ഇരിക്കുന്ന പദത്തിൻ്റെ പേരാണ് എക്സൂസിയ. ഒന്ന് ചേർന്ന് പറയാമോ? ഉറക്കെ സഭ ഒരുമിച്ച് പറയണം. ഇല്ല നിങ്ങൾ ആരും വേണ്ടിയില്ല. ഒരിക്കൽ കൂടി ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഇല്ല ആരുടെയും ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞേ. എക്സൂസിയ. ഇല്ല എന്താ നിങ്ങൾക്ക് മടിയാണോ? ഒന്ന് ഉറക്കെ പറഞ്ഞേ. എക്സൂസിയ. അധികാരത്തിന് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന പദമാണ് എക്സൂസിയ. എക്സൂസിയ എന്ന പദത്തിൻ്റെ അർത്ഥം ദ സുപ്രീം അതോറിറ്റി എന്നാണ്. അതായത് അതിൻ്റെ മുകളിൽ ഇനി മറ്റൊരു അധികാരമില്ലാതെ വണ്ണം സകലത്തിൻ്റെയും മുകളിലായിരിക്കുന്ന, സകലത്തിൻ്റെയും സർവാധിപത്യത്തിനകത്തിരിക്കുന്ന ഒരു അധികാരം എന്നതാണ് എക്സൂസിയ എന്ന പദം കൊണ്ട് ആവർത്തിച്ച് അർത്ഥമാക്കുന്നത്. പുതിയ നിയമത്തിൽ മാത്രമായിട്ട് ഏകദേശം 107 തവണ എക്സൂസിയ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതിനർത്ഥം പഴയ നിയമത്തേക്കാൾ ഉപരി പുതിയ നിയമത്തിൽ അധികാരം എന്ന പദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അധികാരം എന്ന പദത്തിന് വലിയ വ്യക്തമായ പ്രാധാന്യമുണ്ട് എന്നത് മാത്രമല്ല, കർത്താവിൽ വിശ്വസിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരുടെ മേലും അധികാരത്തിൻ്റെ ഒരു വലിയ പകർച്ച അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ഒരു വലിയ സ്വാധീനമുണ്ട് എന്ന് 107 തവണ തന്നെ പ്രത്യേകിച്ച് സുവിശേഷകന്മാരും ലേഖനകർത്താക്കളും ആ വാക്ക് ആവർത്തിച്ചു പ്രയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. അതിനർത്ഥം പുതിയ നിയമ ജീവിതം എന്ന് പറയുന്നത് നിലവിളിച്ചുകൊണ്ട് നടക്കുന്നൊരു ജീവിതമല്ല, മറിച്ച് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ആ സുപ്രീം അതോറിറ്റിയെ ഉപയോഗിച്ചുകൊണ്ട് സകലതും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി വാഴ്ചയോടുകൂടി നടക്കുന്ന, അധികാരത്തോടുകൂടി എഴുന്നേറ്റ് ഭരണം നടത്തുന്നൊരു ജീവിതമാണ് പുതിയ നിയമ ജീവിതം. എൻ്റെ കൂടെ എത്ര പേർ ചേർന്ന് ആ വചനത്തിനെ അങ്ങനെ അംഗീകരിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിങ്ങളുടെ ആരുടെയും ശബ്ദം ഞാൻ കേൾക്കുന്നില്ല. എത്ര പേർ അങ്ങനെ അതിനെ അംഗീകരിക്കുന്നുണ്ട്? പഴയ നിയമത്തിലെ ജീവിതം എന്നത് ദാസന്മാരുടെ ജീവിതമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിലെ ജീവിതം എന്നത് പുത്രന്മാരുടെ ജീവിതമാണ്. പഴയ നിയമത്തിലെ ജീവിതം എന്നത് യജമാനനും ദാസനും തമ്മിലുള്ള ബന്ധമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിലെ ജീവിതം എന്നത് അപ്പനും മകനും തമ്മിലുള്ള ബന്ധമാണ്. മനസ്സിലായില്ല? 1-2 വചനങ്ങൾ ഉദ്ധരിക്കാതെ തന്നെ ഞാൻ വെറുതെ പറഞ്ഞതിനെ ഒന്ന് വിശദീകരിക്കാം. മോശയെ ദൈവം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന വാഗ്ദത്ത സന്തതിയെ വിമോചിപ്പിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, മോശേ, നിൻ്റെ അടുക്കലേക്ക് ഞാൻ വരികയല്ല, മറിച്ച് ഞാൻ ഇറങ്ങി വരുന്ന സീനായിലേക്ക് നീ കയറി വരണം. ആലോചനയ്ക്ക് വേണ്ടി, ന്യായപ്രമാണത്തിനു വേണ്ടി ദൈവം എന്നെക്കുറിച്ച്, ഈ ജനത്തെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് കേൾക്കണമെങ്കിൽ മോശ എങ്ങോട്ട് കയറിപ്പോണം? സീനായിയുടെ മലമുകളിലേക്ക് കയറിപ്പോണം. മലമുകളിൽ ചെന്നാൽ മാത്രമേ മഹത്വത്തിൻ്റെ പൂർണ്ണതയിലിരിക്കുന്ന യഹോവയായ ദൈവവുമായിട്ട് അവന് മുഖാമുഖമായി സംസാരിക്കാൻ കഴിയുകയുള്ളൂ. അവൻ കയറി ചെന്ന് മുഖാമുഖമായി സംസാരിക്കുകയും ദൈവത്തിൻ്റെ ആലോചന സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയായിരുന്നു പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പഴയ ഉടമ്പടിയിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ദാവീദും ദൈവ സാന്നിധ്യത്തെ അങ്ങോട്ട് തേടി പോവുകയായിരുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളിൽ ഒരിടത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്, ഞങ്ങൾ യജമാനൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയോടെ നോക്കുന്ന ദാസന്മാരെ പോലെ ഞങ്ങളുടെ കണ്ണ് യഹോവയെങ്കിലേക്ക് ഉയർത്തുന്നു. കാരണം അവൻ ഞങ്ങളുടെ മാസ്റ്ററും ഞങ്ങൾ അവൻ്റെ ദാസന്മാരുമാണ്. മനസ്സിലായോ? പഴയ നിയമത്തിൽ യഹോവയായ ദൈവത്തിൻ്റെ പ്രഭുത്വം അല്ലെങ്കിൽ ആ മാസ്റ്റർഷിപ്പാണ് പഴയ നിയമത്തിലുണ്ടായിരുന്ന സകല ഭക്തന്മാരും ഹൃദയത്തിൽ എടുത്ത് സൂക്ഷിച്ചിരുന്നത്, അവരുടെ ബുദ്ധിയിലുണ്ടായിരുന്നത്. അവർ അവരുടെ മക്കളെ പറഞ്ഞു പഠിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: യഹോവ നമ്മുടെ യജമാനനാണ്, അവൻ യുദ്ധവീരനാണ്, അവൻ നമുക്ക് കനാൻ നാട് തന്നവനാണ്, അവൻ നമ്മുടെ ശത്രുക്കളെ നമ്മുടെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞവനാണ്, നാം അവൻ്റെ ദാസന്മാരും നാം അവൻ്റെ പ്രജകളുമാകൊണ്ട് അവൻ നമ്മുടെ യജമാനനും നമ്മൾ ഓരോരുത്തരും അവൻ്റെ ദാസന്മാരും ആണ് എന്നുള്ളൊരു ചിന്ത പരമ്പരാഗത കേട്ട് മക്കളെ ഉപദേശിച്ച് സകല പഴയ നിയമഭക്തന്മാരുടെ ഉള്ളിൽ അങ്ങനെ അങ്ങ് ചേക്കേറി. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത്, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച ഉയരത്തിൽ നിന്ന്, പർവ്വതങ്ങളിൽ നിന്ന് വരുന്നു. അപ്പോൾ ദൈവം എവിടെ ഇരിക്കുന്നു എന്നൊരു പഴയ നിയമഭക്തനോട് ചോദിച്ചാൽ അവൻ പറയും, ദേ അവിടെ മലമുകളിലിരിപ്പുണ്ട്.
നിന്റെ സഹായം എവിടെ നിന്ന് വരുമെന്ന് നിങ്ങൾ ഏതെങ്കിലും പഴയ നിയമഭക്തനോട് നിങ്ങൾ ചോദിച്ചാൽ അവൻ പറയും ഫ്രം ഹൈ എബോ, ഉയരത്തിൽ നിന്ന്. കാരണം ദൈവം ഉയരത്തിൽ വസിക്കുന്നു. ആകയാൽ ഞങ്ങളുടെ യജമാനനായി അവൻ ഉയരത്തിൽ വസിക്കുന്നത് കൊണ്ട് അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ ആവശ്യമുള്ളപ്പോൾ ഉയരത്തിലേക്ക് നോക്കി അവൻ്റെ സഹായം സ്വീകരിക്കുന്നു, ആവശ്യമുള്ളപ്പോൾ മലമുകളിലേക്ക് പോയി അവൻ്റെ സഹായം സ്വീകരിക്കുന്നു. എന്നാൽ പഴയ നിയമത്തിൻ്റെ ഈ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്ന ഒരു ചിന്താധാര വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതിയ നിയമം പഠിക്കാൻ സാധ്യമല്ല. ആമേൻ പറഞ്ഞേ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ ആദ്യം പൊട്ടിച്ചു കളഞ്ഞ ചിന്ത എന്താണെന്നറിയാമോ? നിന്നെ വിട്ട് ദൂരെ ഉയരത്തിലിരിക്കുന്നവനല്ല നിന്റെ ദൈവം, നീ അടയ്ക്കുന്ന അറയ്ക്കകത്ത് നിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ നിന്റെ വീടിനകത്ത് ഇറങ്ങി വരുന്ന അപ്പനാണ് അവൻ എന്നതായിരുന്നു യേശു പഠിപ്പിച്ച ഏറ്റവും വലിയ രഹസ്യം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ 2024 ഈ ഏപ്രിൽ മാസത്തിലെ 27ാമത്തെ ദിവസമാണോ എന്ന് തോന്നുന്നു, 27, 28 ആയിക്കോട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ രാത്രി നിങ്ങൾ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ മനോഭാവം അങ്ങനെ നിങ്ങളൊന്ന് മാറ്റാൻ തയ്യാറാകണം. എങ്ങനെ മാറ്റാൻ തയ്യാറാകണം? പണ്ട് പഴയ നിയമഭക്തൻ വിളിച്ചതുപോലെ ഉയരത്തിൽ യഹോവയും താഴെ ദാസനായ ഞാനും. അങ്ങനെയല്ല. ഉയരത്തിൽ എൻ്റെ ദൈവവും താഴെ അവൻ്റെ പ്രജയായ ഞാനും. അങ്ങനെയല്ല. ഞാനും പിതാവും ഒരുമിച്ച് നടക്കുന്ന പുതിയ നിയമത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഞാൻ അപ്പൻ്റെ ചുമലിൽ കൈയിട്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇന്ന് പർവ്വതത്തിലിരുന്ന് എന്നോട് അരുളി ചെയ്യുകയല്ല, അവൻ എൻ്റെ ചുമലോട് ചുമലുരുമേ. ഞങ്ങൾ ഒരുമിച്ച് കറ്റാമത്തൂടെ നടക്കും, ഞങ്ങൾ ഒരുമിച്ച് പാളയത്തൂടെ നടക്കും, ഞങ്ങൾ ഒരുമിച്ച് ആശുപത്രികളിൽ സന്ദർശനത്തിന് പോകും, ഞങ്ങൾ ഒരുമിച്ച് സഭകളിൽ നിൽക്കും, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ വീടിനകത്ത് കണ്ടുമുട്ടും. അപ്പൊ പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടെന്നത് ഉയരത്തിലിരിക്കുന്ന ദൈവവും താഴെ കിടക്കുന്ന മനുഷ്യരും എന്നതല്ല. നീ എവിടെയാണോ അവിടെ നിങ്ങൾക്ക് വേണ്ടി അവൻ ഇറങ്ങി വരികയാണ്. നിങ്ങളുടെ വീടിനകത്തേക്ക് അവൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. നിങ്ങൾ എവിടെയുണ്ടോ അവിടേക്ക് നിങ്ങളെ അന്വേഷിച്ച് യഹോവയായ ദൈവം ഇറങ്ങി വരുന്നു. ദൈവം മനുഷ്യനെ അന്വേഷിക്കുന്ന കാലമാണ് പുതിയ നിയമത്തിൻ്റെ കാലം. പഴയ നിയമത്തിൻ്റെ കാലം അങ്ങ് പ്രാകാരത്തിൽ കിടക്കുന്നവനും പാളയത്തിന് പുറത്ത് കിടക്കുന്നവനും ആണ്ട് നോക്കി വാവ് നോക്കി പുരോഹിതൻ്റെ പെർമിഷനോടുകൂടി മഹത്വം ഇറങ്ങി നിൽക്കുന്ന പെട്ടകത്തിൻ്റെ അടുക്കിലേക്ക് വരാൻ വെമ്പുമ്പോൾ ഇതാ പുതിയ നിയമത്തിൽ മറ്റൊരു സിസ്റ്റം യേശു ആവിഷ്കരിച്ചിരിക്കുന്നു. അശുദ്ധനായി കിടക്കുമ്പോൾ, രോഗിയായി കിടക്കുമ്പോൾ, നിന്റെ ദേഹത്ത് ചൊറിയും ചുണങ്ങും എന്ന സകല അശുദ്ധിയും ഉള്ളപ്പോഴും പെട്ടകത്തിൻ്റെ മുകളിലല്ല, നീ കിടക്കുന്ന പാളയത്തിനകത്തോട്ട് ഇറങ്ങി വരാൻ, തേജസ്സോടുകൂടി ഇറങ്ങി വരാൻ പുത്രൻ റെഡിയാണെന്ന്, പിതാവ് റെഡിയാണെന്ന്, പരിശുദ്ധാത്മാവ് റെഡിയാണെന്ന് പുതിയൊരു സീസൺ ഇതാ ന്യൂ ടെസ്റ്റമെന്റിലൂടെ. എത്ര പേർ അത് തിരിച്ചറിയുന്നുണ്ട്? എനിക്കറിയാം. ഞാൻ ആ ദൈവിക രഹസ്യം ഇതിനകത്ത് വിളംബരം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ അടുക്കലേക്ക് ഉയരത്തിൽ നിന്നല്ല, നിങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളുടെ തോളിൽ തട്ടിക്കൊണ്ട് നിങ്ങളുടെ കഴുത്തോട് ചേർന്ന് കൈയിട്ടുകൊണ്ട് ഈ രാത്രി ദൈവം അങ്ങനെ ഇറങ്ങി വരികയാണ്. പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് ഇന്ന് ഈ രാത്രി ഈ ദൈവസഭയെ പരിശുദ്ധാത്മാവ് പരിവർത്തനം ചെയ്യുകയാണ്. Are you ready? അങ്ങനെ ഒരു നിയമമാണ്, അങ്ങനെ ഒരു ജീവിത ശൈലിയാണ് പുതിയ നിയമത്തിൻ്റെതെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വിരലോട് വിരൽ ചേർത്ത് പിടിച്ചു നടക്കാൻ, യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയുമായിട്ട് അങ്ങനെ ചുമലോട് ചുമലുരുമി നടക്കാൻ, മഹത്വമുള്ള ദൈവത്തോട് അങ്ങനെ ചേർന്ന് നടക്കാൻ തയ്യാറാകുന്നവരുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന അഭിഷുദ്ധന്മാരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പോകുന്ന വേദികളിൽ നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തികളോട് പഴയ നിയമത്തിൻ്റെ പരമ്പരാഗതമായ ആ ചിന്ത പറഞ്ഞേൽപ്പിക്കരുത്. അവരോട് പറയണം, നീ എത്ര അശുദ്ധനാണെങ്കിലും, നീ ഇപ്പോഴും ഒരു സിഗരറ്റ് വലിച്ച് താഴെയിട്ട് ചവിട്ടിക്കളഞ്ഞവനാണെങ്കിലും നിന്നെ തൊടാൻ ഇപ്പോൾ നിന്റെ അടുക്കൽ അവനുണ്ട്. അശുദ്ധനെ വിശുദ്ധനാക്കിയിട്ട് വിശുദ്ധിയുടെ പര്യായമായ അതിവിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് തേജസ് കാണിച്ചു കൊടുക്കുന്ന പരിപാടി അല്ല ഇത്. നിന്റെ അശുദ്ധിയോടുകൂടി നീ ഇടക്കുന്നിടത്ത് വിശുദ്ധനായവൻ അങ്ങനെ ഇറങ്ങി വന്ന് അവൻ്റെ വിശുദ്ധിയുടെ പ്രഭാവത്താൽ നിന്റെ അശുദ്ധിയെ നീക്കിക്കളഞ്ഞ് നിന്നെയും കൂടെ വിശുദ്ധനാക്കുന്ന
ഓ ഓ ഓ ഓ ഓ അതുകൊണ്ട് തന്നെ ഈ ആലയത്തിൻ്റെ അന്തരീക്ഷത്തിനകത്തോട്ട് കയറുന്ന നിങ്ങളുടെ മേൽ കിടക്കുന്ന സകല പാപത്തിൻ്റെ അശുദ്ധികളും ഇതിനകത്ത് വ്യാപരിക്കുന്ന മഹത്വത്താൽ ഇപ്പോൾ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. എന്തൊക്കെയോ വലിയ ഉത്തരവാദിത്തങ്ങളുടെ പകർച്ചയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചില അസാധാരണമായ ആയുധങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് വെച്ചു തരേണ്ടതിന് ഈ മിനിറ്റിൽ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്ലെൻസ് ചെയ്യുന്നു. തീ കൊണ്ടെന്ന വണ്ണം തീയിലൂടെ സ്വർണം പുറത്തു വരുന്നത് പോലെ ഈ ആത്മാന്തരീക്ഷത്തിനകത്ത് നിങ്ങളുടെ സകല അശുദ്ധിയും കർത്താവ് കരിച്ചു ചാമ്പലാക്കുകയാണ്. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലകളിലെ പാപത്തിൻ്റെ കുറ്റബോധങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയിൽ നിന്ന് ആത്മാവ് മായ്ച്ചു കളയുകയാണ്. കഴിഞ്ഞ നാളുകളിലുണ്ടായ വീഴ്ചയുടെ ഏതൊക്കെയോ ശാപിക്കപ്പെട്ട ദിവസങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുടെ അന്തരാത്മാവിൽ നിന്ന് മനസാക്ഷിയിൽ നിന്ന് കർത്താവ് മായ്ച്ചു കളയുകയാണ്. ഞാൻ നിന്റെ മേൽ പുതിയതൊന്ന് പകരും. കർത്താവ് തന്നത് നിന്നെ കയ്യിൽ നിന്ന് നഷ്ടമായി പോയല്ലേ, സാരമില്ല, അഗൈൻ ഒരിക്കൽ കൂടി. കഴിഞ്ഞ ഏതോ പ്രാർത്ഥനകൾക്കകത്ത്, ഉപവാസ പ്രാർത്ഥനകൾക്കകത്ത് അഭിഷിക്തന്മാരുടെ കൈവെപ്പിനാൽ എൻ്റെ മേൽ വീണ പലതും എനിക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല. അഭിഷിക്തനെ, സാരമില്ലെന്നേ, ഒരിക്കൽ കൂടി നിന്നെ വിശ്വസ്തനെണ്ണി, ഒരിക്കൽ കൂടി അവൻ്റെ വിശുദ്ധി നിനക്ക് പകരമായി കണക്കിട്ടുകൊണ്ട് ഈ രാത്രിയിൽ ഒരിക്കൽ കൂടി ഒരു പകർച്ച നിന്റെ മേൽ കർത്താവ് അയക്കാൻ പോവുകയാണ്. തയ്യാറായിക്കോ, തയ്യാറായിക്കോ, തയ്യാറായിക്കോ. സഭ ഒരുമിച്ച് തയ്യാറായിക്കോ. എനിക്കറിയത്തില്ല, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അൺയൂഷ്വലായ ഒരു സാന്നിധ്യം ഞാൻ ഇതിനകത്ത് അനുഭവിക്കുന്നു. അൺയൂഷ്വലായ ഒരു എരിവ് ഞാൻ ഇതിനകത്ത് ആത്മാവിൽ തിരിച്ചറിയുന്നു. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ കൺസെപ്റ്റ് എന്നത്, പുതിയ നിയമത്തിൻ്റെ ജീവിത ശൈലി എന്നത്, ദൈവം എവിടെയോ ഇരിക്കുന്നു, ഞാൻ ഇവിടെയോ ജീവിക്കുന്നു, അങ്ങനെയല്ല. ഞാനും ദൈവവും ഒരുമിച്ച് നടക്കുന്നു. ആമേൻ പറഞ്ഞില്ല, ആമേൻ പറഞ്ഞില്ല. ശിഷ്യന്മാരൊരിക്കൽ യേശുവിനെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, യേശുവേ, മോശയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ മന്ന കൊടുത്ത ഞങ്ങളുടെ ആ പിതാവായ യഹോവയായ എലോഹിമായ ദൈവത്തിനെ ഒന്ന് കാണിച്ചു തരാമോ? അപ്പോൾ യേശു അവരോട് പറഞ്ഞ മറുപടി, ഇത്രയും നാളും കൂടെ നടന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്രയും നാളും എൻ്റെ കയ്യിൽ നിന്ന് അപ്പം തിന്നിട്ട് നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? ഇത്രയും നാളും എൻ്റെ മുഖത്ത് നോക്കി സംഭാഷണം നടത്തിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ കാലം ഞാൻ മാറ്റിക്കളഞ്ഞു. ആമേൻ. എന്നെ കണ്ടോ നിങ്ങൾ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാനും പിതാവും ഒരുമിച്ച് നടക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഫങ്ഷൻ ചെയ്യുകയാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഒരുമിച്ച്, ഞങ്ങൾ ഉറങ്ങുന്നത് ഒരുമിച്ച്, ഞങ്ങൾ ഉണരുന്നത് ഒരുമിച്ച്, ഞങ്ങൾ സൗഖ്യമാക്കുന്നത് ഒരുമിച്ച്, ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഒരുമിച്ച്. ഞാൻ എവിടെയുണ്ടോ അവിടെ അവനുണ്ട്. എന്തൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടാലും, എന്തൊക്കെ ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടായാലും, എന്തൊക്കെ നന്മയുണ്ടായാലും തിന്മയുണ്ടായാലും, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ചുവരിൽ ആണി അടിച്ച് പതിപ്പിച്ചിരിക്കുന്ന ഒരു ചിത്രം പോലെ ഈ ഒരു വെളിപ്പാട് ആഴത്തിൽ പതിഞ്ഞിരിക്കണം. എന്തെന്നറിയാമോ? കണ്ണുനീര് വരുമ്പോൾ നിന്നെ കൈവിട്ടിട്ട് പോകുകയില്ല. നീ ആർത്തുല്ലസിക്കുന്നത് കാണുമ്പോൾ നിന്നോട് വിരോധം തോന്നി, മനസ്താപം തോന്നി, നിന്നോട് പിണങ്ങി മാറിപ്പോവുകയില്ല. ഏത് സമയത്തും അവൻ നിന്റെ കൂടെ നടക്കുകയാണ്. ആ മഹത്വം അങ്ങനെ വഹിച്ചുകൊണ്ട് നടക്കാൻ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന പുതിയ നിയമത്തിലെ ഗ്ലോറി ക്യാരിയേഴ്സ്, അല്ലെങ്കിൽ തേജസ്സിൻ്റെ സാക്ഷ്യ കൂടാരങ്ങളോടാണ് ഈ രാത്രി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ, 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 ആമേൻ. അന്ന് പാളയത്തിൻ്റെ നടുവിൽ അവർ പണിഞ്ഞുണ്ടാക്കിയ ഒരു പെട്ടകത്തിൻ്റെ മുകളിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ തേജസ് ഇറങ്ങി വന്നപ്പോൾ ആ തേജസ്സിൽ എന്തൊക്കെ സംഭവിച്ചുവോ വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല, കാരണം എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ആ തേജസ് ഇറങ്ങി വന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചുവോ, ആ തേജസ് ഇറങ്ങി വന്നപ്പോൾ ആകാശത്ത് നിന്ന് മന്ന വീണു. മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ഗോതമ്പ് പൊടിച്ചിട്ടല്ല അവർ മരുഭൂമിയിൽ ആഹാരം കഴിച്ചത്. തേജസ് വരുന്നിടത്ത് നിങ്ങൾക്കാവശ്യമുള്ളത് സകലതും നിങ്ങളുടെ വീട്ടുവാതിൽക്കൽ വന്നു വീഴും. ഞാൻ നിങ്ങളെ സൂപ്പർ നാച്ചുറൽ ഫെയ്ത്ത് പഠിപ്പിക്കുക. നിന്റെ ആവശ്യം നടപ്പിലാക്കി തരുന്നത് മൈക്രോ ഫിനാൻസുകാരനോ, നിന്റെ ആവശ്യം നടപ്പിലാക്കി തരുന്നത് ബാങ്കുകാരനോ,
നിന്റെ ആവശ്യം നടപ്പിലാക്കി തരുന്നത് പഞ്ചായത്തുകാരനോ അല്ല, തേജസ് വെളിപ്പെട്ട് നിൽക്കുന്നിടത്ത് നിനക്ക് വിശക്കുമ്പോൾ ആകാശത്ത് നിന്ന് മഞ്ഞ വീഴും. വിശ്വസിച്ച് അങ്ങനെ തന്നെ ആമേൻ പറഞ്ഞോ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാളെ മുതൽ നിങ്ങളുടെ വീട്ടുവാതിൽക്കലുകളിൽ നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പല വിഷയങ്ങൾക്കുള്ള മറുപടികൾ ഇൻസ്റ്റന്റ് ആയിട്ട് റിലീസാകുകയാണ്. അടയാളങ്ങൾ 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 അടയാളങ്ങൾ. ആ ഒരു പദം പരിശുദ്ധാത്മാവിനോട് നിരന്തരമായി സംസാരിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അടയാളങ്ങൾ വെളിപ്പെടുകയാണ്. നാച്ചുറൽ ആയതല്ല, സൂപ്പർ നാച്ചുറൽ സയൻസ്. സൂപ്പർ നാച്ചുറൽ സയൻസ്. ഈ തലമുറയിൽ ഈ വചനം സത്യമാണെന്ന് വിശ്വസിക്കാൻ കഴിയേണ്ടതിന് നിങ്ങളുടെ അടുക്കളയിലും നിങ്ങളുടെ അലമാരയ്ക്കുള്ളിലും നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തും കർത്താവ് ചില അടയാളങ്ങൾ ഇടാൻ പോവുകയാണ്. തേജസ് നിൽക്കുന്നിടത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നിങ്ങളുടെ വീട്ടിൻ്റെ വാതിൽക്കൽ വരും. അതാ ഈ ഗ്ലോറിയുടെ പ്രത്യേകത. നിങ്ങൾ നോൺ വെജ് കഴിക്കാൻ ആഗ്രഹിച്ചാൽ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലൂടെ കൂടന്വേഷിച്ച് പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാടക്കൂട്ടത്തെ ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ച് പറത്തിയെടുത്ത് നിങ്ങളുടെ വീടിനകത്തുള്ള അംഗസംഖ്യ എണ്ണി നോക്കി ആൾക്ക് ആവശ്യമുള്ളത് നിലത്ത് നിന്ന് ഒരു മുഴം ഉയരത്തിൽ ജീവനോടെ പറന്നു വന്ന് നിൽക്കത്തക്ക അളവിൽ ഗ്ലോറി നിൽക്കുന്നിടത്ത് നിനക്കാവശ്യമുള്ളത് നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരും. വാ വാ. യെസ്. ഞാൻ നിങ്ങളെ ആവേശം പിടിപ്പിക്കാൻ പറയുന്നതല്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കറുത്ത ബൈൻഡുള്ള വേദപുസ്തകം സത്യമാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതിനകത്ത് എഴുതിയിരിക്കുന്ന ചരിത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, വ്യാഖ്യാനിച്ചില്ല. അതിനകത്ത് എഴുതിയിരിക്കുന്ന വസ്തുതകളെ ഞാൻ പറഞ്ഞുള്ളൂ. മഹത്വം ഇറങ്ങി നിൽക്കുന്നിടത്ത് ജനത്തിന് ആവശ്യമുള്ളത് വീട്ടിൻ്റെ വാതിൽക്കൽ വരുമായിരുന്നെങ്കിൽ മഹത്വം ഇറങ്ങി നിൽക്കുമ്പോൾ ഇസ്രായേൽ ജനം ചെറിയ അംഗസംഖ്യയാണെങ്കിലും കനാനിലെ അല്ലെങ്കിൽ അവരെ എതിർക്കുന്ന ശത്രുക്കളുടെ വലിയ സാമ്രാജ്യങ്ങളെ എങ്ങനെയാണോ നിസ്സാരമായി അവൻ പരാജയപ്പെടുത്തി അവർക്ക് കീഴ്പ്പെടുത്തിയതുപോലെ മഹത്വം ഇറങ്ങുന്നിടത്ത് നിനക്കൊരു ജയമുണ്ട്. മഹത്വം വെളിപ്പെടുന്നിടത്ത് നിങ്ങൾക്ക് പ്രൊവിഷനുണ്ട്. അന്ന് പഴയ ഉടമ്പടിയിൽ പഴയ നിയമപുസ്തകങ്ങളുടെ കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ ജീവിതത്തിനകത്ത് കൂടാരത്തിൻ്റെ നടുവിലിരിക്കുന്ന ഒരു പെട്ടകത്തിൻ്റെ മുകളിലായിരുന്നു അത് ഇറങ്ങിയിരുന്നതെങ്കിൽ ഇന്ന് ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അവൻ പെട്ടകങ്ങളാക്കിയിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുടെ മേലും അതേ ഗ്ലോറിയെ അവൻ ഫിൽ ചെയ്തിരിക്കുകയാണ്. ആ മഹത്വത്തെ പ്രദർശിപ്പിക്കുവാൻ, ആ മഹത്വത്തെ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ, ആ തേജസ്സിനെ ഒന്ന് പുറത്തോട്ടെടുക്കാൻ ഈ രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുകയാണ്. അന്ന് മഹത്വം വെളിയിലായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ മഹത്വം നിന്റെ കൂടെ ചലിക്കുകയാണ്. തേജസ് നിങ്ങളുടെ കൂടെ ചലിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ചലിക്കുകയാണ്. അങ്ങനെ യേശു ഈ മഹത്വവുമായിട്ട്, ആമേൻ പറഞ്ഞേ, ഈ മഹത്വവുമായിട്ട്, ഈ പരിശുദ്ധാത്മാവുമായിട്ട്, ഈ പ്രാവിനെയും തോളിൽ വെച്ചുകൊണ്ട് പള്ളിയിൽ വന്ന് ഉപദേശിച്ചു. അപ്പോൾ അശുദ്ധഭൂത ബാധിച്ച മനുഷ്യൻ പുറത്തു പോയപ്പോൾ അവിടെ കൂടി നിന്ന സദൂക്യരും പരീശന്മാരും ന്യായപ്രമാണത്തിലെ ശാസ്ത്രിമാരും പുരോഹിതന്മാരും എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ്, ഈ അധികാരം എവിടെ നിന്ന്? അതവർക്ക് ഉത്തരം കിട്ടിയില്ല. പക്ഷെ നമുക്ക് ഉത്തരം കിട്ടി. ഫ്രം ദ ഗ്ലോറി ഫ്രം ദ ഹോളി സ്പിരിറ്റ്. തേജസ്സിൽ നിന്നും അവൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നും. എന്നിട്ട് അടുത്ത പദം ഇങ്ങനെയാണ് അവർ സംസാരിക്കുന്നത്: അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോകുകയും ചെയ്യുന്നല്ലോ. ആശ്ചര്യമാണ്. കാരണം ആശ്ചര്യം കൂറാൻ കാരണമുണ്ട്. കാരണം കഴിഞ്ഞ 30 വർഷമായിട്ട് അല്ലെങ്കിൽ 40 വർഷമായിട്ട് പോട്ടെ 100-150 വർഷങ്ങളായിട്ട് ഈ പള്ളിയിൽ അങ്ങനൊന്നും നടന്നവർ കണ്ടിട്ടില്ല. ആര് കണ്ടിട്ടില്ല? ഈ യഹൂദന്മാരാരും കണ്ടിട്ടില്ല. ആമേൻ. ഒരു ദൂതൻ ഇറങ്ങി കുളം കലക്കും. ആ ദൂതൻ ഇറങ്ങി കലക്കിയ കുളത്തിൽ ആരെങ്കിലും ഇറങ്ങിയാൽ സൗഖ്യമാകുന്നത് അവരെല്ലാം കണ്ടിട്ടുണ്ട്. നിങ്ങളാരും വേണ്ടിയില്ല. ദൂതൻ ഇറങ്ങി കുളം കലക്കും. കലങ്ങി മറിഞ്ഞ കുളത്തിൽ ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യമാകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ തൂവാല ഇവിടെ തൊട്ടുമ്പോൾ സൗഖ്യമാകുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല.
മനസ്സിലായില്ല. ന്യായപ്രമാണത്തിൻ്റെ ചുരുളുകൾ നിവർത്തിവെച്ച്, പ്രവാചക പുസ്തകങ്ങൾ നിരത്തിവെച്ച്, അതിൻ്റെ കാലവും അത് എന്ന് സംഭവിക്കാനുള്ള ദൂതാണെന്നും ഒക്കെ സവിസ്തരമായി വിശദീകരിക്കുവാനും, ഇപ്പോൾ ഞങ്ങളെ ആധിപത്യപ്പെടുത്തി വെച്ചിരിക്കുന്ന ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യം ഇത്ര നാളുകൾ കൊണ്ട് കഴിയും, അതിനുശേഷം യഹോവയായ ദൈവം എങ്ങനെയാണോ ബാബിലോണ്യ പ്രവാസത്തിൽ നിന്ന് നമ്മളെ തിരികെ വരുത്തിയത്, അതുപോലെ ഞങ്ങൾക്കൊരു റിസറക്ഷനും റിസ്റ്റോറേഷനും ഉണ്ട് എന്നൊക്കെ നിരന്തരം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സിനഗോഗിനകത്ത് ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച അവരുടെ കണ്ണുകൊണ്ട് ലൈവായിട്ട് അവർ കാണുകയാണ്. നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ ആത്മാവിനോട് പറയുന്നൊരു പ്രവാചക ശബ്ദം ഞാൻ നിങ്ങളോട് പറയട്ടെ. ലൈവായിട്ട് ചിലത് കാണിക്കാൻ ഇതിനകത്ത് കർത്താവ് ചിലരെ അത് ഫിൽ ചെയ്തോ. ആരോ ചെയ്തത് പറയാനല്ല, ചിലത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ കർത്താവിന് ഈ തലമുറയിൽ ചിലരെ വേണം. എത്ര പേർ പറയുന്നുണ്ടത്? ഞാൻ റെഡിയാണെന്ന് എത്ര പേര് പറയുന്നുണ്ട്? ചാനലുകാരുടെ ക്യാമറയ്ക്ക് മുമ്പിൽ ലൈവായി ചിലത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ, സഭകൾക്ക് നടുവിൽ, ആരാധനകളുടെ നടുവിൽ ലൈവായിട്ട് ചിലത് വെളിപ്പെടുത്തി കാണിക്കാൻ ഈ തലമുറയിൽ പരിശുദ്ധാത്മാവിന് ഭ്രാന്ത് പിടിച്ചൊരു തലമുറയെ വേണം. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അങ്ങനെ ചിലരുടെ തലച്ചോറുകളെ പിടിക്കുന്നത് ഞാൻ കാണുന്നു. ഇന്ന് വരെ അവരെ കണ്ടിട്ടില്ല. എന്ത് കണ്ടിട്ടില്ല? ഒന്നും കണ്ടിട്ടില്ല. അവർക്ക് അറിയാവുന്നത് പ്രസംഗവും കയ്യടിയും മാത്രമാണ്. എന്നാൽ ഇത് അടുത്തൊരു സമയപരിധിയിലേക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ചില പുത്രന്മാർ കയറി വരുന്നുണ്ട്. നിങ്ങൾ ഇന്നലെ കണ്ടുകൊണ്ടിരുന്ന കാഴ്ച അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ ആയുസിൽ കണ്ടിട്ടില്ലാത്ത ചിലത് കാണിക്കാൻ, കറ്റാമം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പലതും തെരുവിൽ കാണിക്കാൻ. എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. ഒരു വിശ്വാസിയുടെയും ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ചിലത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എക്സൂസിയ ധരിച്ച, അഭിഷേകത്തിൻ്റെ പ്രാവിനെ ചുമലിലെടുത്തു വെച്ച ഒരു ജനറേഷനെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന് ആവശ്യമുണ്ട്. അടച്ചിട്ടൊരു മാളിക മുറിക്കകത്തല്ല, അടച്ചിട്ടിരിക്കുന്ന ഒരു സഭാ ഹോളിനകത്തല്ല, സൂര്യൻ്റെ പ്രകാശത്തിൽ തെരുവോരങ്ങളിലും ആശുപത്രികൾക്കകത്തേക്കും മോർച്ചറികൾക്കകത്തേക്കും ചെന്നിട്ട് എന്നിൽ വ്യാപരിക്കുന്നത് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണെന്ന് തെളിയിക്കാൻ. Holy Spirit is conquering this congregation. ഈ യോഗത്തെ പരിശുദ്ധാത്മാവ് കവർച്ച ചെയ്യുകയാണ്. ഈ തലമുറയിൽ കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത് കൈയടിച്ച് പ്രസംഗിക്കാനല്ല, കൈ കൊണ്ട് തൊട്ട് ചിലതിനെ കാണിച്ചു കൊടുക്കാൻ. അതിനെ സ്വീകരിക്കുന്ന, അതിനോട് പ്രതികരിക്കുന്ന ചിലരുടെ മേൽ ഈ മിനിറ്റിൽ തന്നെ അടയാളങ്ങളോട് ചൂടി ഒരു പകർച്ച വീഴുന്നു. ഇത് വാർത്തയുടെ സമയമല്ല, ഇത് കാണിച്ചു കൊടുക്കാനുള്ള സമയമാ. എനിക്കറിയത്തില്ല, പക്ഷേ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഈ സഭാഗോളിനകത്ത് അങ്ങനത്തെ ചില മാനിഫെസ്റ്റേഷനുകൾ ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് കർത്താവ് ചെയ്യാൻ പോവുകയാണ്. അസൂയയില്ലാത്തവർ ചാടി അതിനാമേൻ പറഞ്ഞോ. കൈ വളരുന്നതും കാല് വരുന്നതും പ്രസംഗിച്ച് കേൾക്കാനല്ല, കണ്ണുകൊണ്ട് കാണാൻ, നിങ്ങളുടെ കയ്യിലൂടെ ചെയ്തെടുക്കാൻ. ക്രിയേറ്റീവ് മിറക്കിൾസുകളുടെ ഒരു റലം, ക്രിയേറ്റീവ് മിനിസ്ട്രിയുടെ ഒരു തലം ഈ രാത്രി ദൈവാത്മാവ് ഇതിനകത്ത് തുറക്കുന്നൊരു കാഴ്ച ഞാൻ കാണുന്നു. വെള്ളി നിറമുള്ളൊരു താക്കോലുമായിട്ട് ഒരു ദൂതൻ ഇതിനകത്ത് വന്നിട്ട് ചിലരുടെ മേൽ ക്രിയേറ്റീവ് അനോയിന്റിങ്ങിനെ തുറക്കുന്നു.
ഞാനിത് പറയുമ്പോൾ അത് സ്വീകരിക്കുന്നവർക്കറിയാം എന്താ സംഭവിക്കുന്നതെന്ന്. നീ തൊടുമ്പോൾ കിഡ്നി ഇല്ലാത്തവന് കിഡ്നി ഉണ്ടാകും. നിന്റെ വിരലത് തൊട്ടാൽ നിന്നിൽ നിന്ന് കരളില്ലാത്തവന് കരളുണ്ടാകും. യേശു കല്ലറകളിൽ നിന്ന് ഉയർത്തുവെന്ന് പ്രസംഗിക്കാനല്ല, യേശു ഉയർത്ത് എൻ്റെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കാൻ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില അഭിഷിക്തന്മാരുടെ കൈകളിലേക്ക് ചില താക്കോലുകളെ പിടിച്ചോ. Father, I release the keys. എക്സൂസിയക്കകത്ത് താക്കോലുകളുണ്ട്. ആർക്കും തുറക്കാൻ കഴിയാതെ വണ്ണം പൂട്ടിയ പൂട്ടുകളെ നിന്റെ കയ്യിലെ താക്കോൽ ഉപയോഗിച്ച് നീ തുറക്കും. അൺലോക്കിംഗ് സംഭവിക്കട്ടെ. ഇന്ന് ഈ സഭയുടെ മേൽ വലിയൊരു അൺലോക്കിംഗ് സംഭവിക്കുന്നു. നിങ്ങളുടെ ആരാധനകൾ സമയത്തിന് നിർത്താൻ കഴിയാതെ വണ്ണം ആത്മാവ് വലിച്ചുകൊണ്ട് പോകുന്ന അൺലോക്കിംഗ്. ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് തന്നെ വീടുകൾക്കകത്ത് നിന്നും ചില സ്നാനപ്പെടാൻ നിന്റെ കൈ പിടിച്ചതിനകത്തോട്ട് വരുന്നൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നു. താക്കോൽ അടയ്ക്കുവാനും തുറക്കുവാനും, ചിലതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ, കാണിച്ചു കൊടുക്കാൻ. എവിടെ നിന്റെ ദൈവം? എവിടെ നിന്റെ അഭിഷേകം? നീ കൈയിട്ടടിക്കുന്നുണ്ട്, ഒച്ചത്തിൽ അന്യഭാഷ പറയുന്നുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ച് നിന്നെ വേദനിപ്പിച്ചവരുടെ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം ചിലത് ചെയ്യാൻ ഈ രാത്രിയിൽ ആ പരിശുദ്ധാത്മാവ് തന്നെ അടയാളങ്ങൾ ഇടുന്ന Holy Ghost. ഞാനിത് പറയുമ്പോൾ കർത്താവിനെ കാണിക്കുന്ന കാഴ്ച റോക്കറ്റ് പൊങ്ങുന്നത് പോലെ പരിശുദ്ധാത്മാവ് ചിലരുടെ വേഗത വർദ്ധിപ്പിച്ചിട്ട് ഒരു കുതിച്ചു കയറ്റം ശുശ്രൂഷയിൽ, പ്രാർത്ഥനയിൽ, അഭിഷേകത്തിൽ പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു കുതിപ്പ്. ഈ മീറ്റിംഗ് എൻ്റെ കൺട്രോളിലല്ല, ഇത് അവൻ്റെ കൺട്രോളിലാണ്. ഈ ശുശ്രൂഷ ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല, മനുഷ്യൻ്റെ ബുദ്ധിയുടെ നിയന്ത്രണത്തിനകത്തല്ല. ഇതിൻ്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവിൻ്റെതാണ്. അവൻ ഇഷ്ടമുള്ളതുപോലെ അവൻ ചിലരുടെ മേൽ ചിലത് പകരുന്നു. ചിലരുടെ മേൽ ഇന്ന് രാത്രി അവൻ അധികാരത്തിൻ്റെ ചെങ്കോലുകളെ കൈമാറുന്നു. ചിലരുടെ വായിൽ കർത്താവ് ചില അധികാരത്തിൻ്റെ വാക്കുകൾ തരുന്നത് ഞാൻ കാണുന്നു. അത് വിളിച്ചു പറഞ്ഞോ. നിന്റെ ശബ്ദത്തെ അവൻ ഭയക്കുന്നു. ഒന്നിനും തടയാൻ പറ്റാത്ത അളവിൽ, ഒന്നിനും നിന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റാത്ത അളവിൽ അണ പൊട്ടി ഒഴുകുന്നൊരു നദി പോലെ ഇതിനകത്തിരിക്കുന്ന 8 അഭിഷിക്തന്മാരെ ദൈവത്തിൻ്റെ ആത്മാവ് 2024-25 വർഷങ്ങളിൽ അങ്ങനെ വലിച്ചെറിയുന്നത് ഞാൻ കാണുന്നു.
യെസ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ബ്രേക്ക് ത്രൂ, ആ ഒരു ഡിവൈൻ എൻകൗണ്ടർ ഈ രാത്രി ഇതിനകത്ത് കർത്താവുമായി ഉണ്ടാകുകയാണ്. ഓ മാംഭാര ധാരാസ് ബര കൽബഹാർ ധനാസ് ബിയാധര ലേഖചേലേരെ ഹോസ് ബർഖിയാൽ ധരോസ് ബരാധരായ मान मरेलोर बहत बराका नस्ब है किया थोर बहत चल बरास मरधना जियां चलो बरबाहा ओ ओ ओ ओ इल्ला 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 ആ മധ്യനിരയിൽ സ്വർണ്ണ നിറമുള്ള വസ്ത്രം ധരിച്ചോ ഒരു ദൂതൻ നടക്കുന്നത് ഞാൻ കാണുന്നു. യെസ് യാ ലാസ് ബഹതൽ ബരാധരായ യെസ്. ചിലരുടെ കണ്ണ് തുറക്കുന്നു. ഇതിനകത്ത് സംഭവിക്കുന്നത് എന്തെന്ന് കാണാൻ നിങ്ങളുടെ കണ്ണ് തുറക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന, നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന നിങ്ങളുടെ സേവകാത്മാക്കളായ ദൂതന്മാരെ കാണേണ്ടതിന് ആ ഏഞ്ചലിക് വിഷൻ ചിലരുടെ കണ്ണിന് മേലെ ഇപ്പോൾ ആക്ടിവേറ്റഡ് ആകുന്നു. കണ്ടോ 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 കണ്ടോ. വാ വെഖേബാ മാച്ചൽ സ്പരോഹരാസ് വധാരാ. യെസ്, ടേക്ക് ഇറ്റ്. വാ, ഇതിനകത്തിരിക്കുന്ന ചില ദൂതന്മാരുമായി നേരിട്ട് കാണുകയാണ്. മഹത്വം വഹിക്കുന്ന ചില ദൂതന്മാർ ഇതിനകത്ത് ചലിക്കുന്നു. അടയാളം, അടയാളം. 1 2 3 4 ദിവസങ്ങൾക്കകത്ത് ബ്ലോക്കായി കിടന്ന ചിലത് തുറക്കുകയാണ്. ഇന്നേക്ക് 4 ദിവസങ്ങൾക്കകത്ത് നിന്റെ കൂടെ നടക്കുന്ന ദൂതൻ നിനക്ക് വേണ്ടി ബ്ലോക്കായി പോയ ചിലതിനെ തുറക്കുന്നു. യെസ് യെസ്. ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ചോദിക്കുന്നല്ലേ, ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി ചോദിക്കുന്നല്ലേ. ആഹാ, എടുത്തോ 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 എടുത്തോ. കർത്താവ് നിങ്ങളിൽ നിന്നൊരു പുതിയ തുടക്കത്തെ ഇടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കുന്ന ഒരു തലമുറ ഇവിടെ ഈ തെക്കൻ കേരളത്തിൽ നിന്ന് കർത്താവ് പൊക്കുകയാണ്, പൊക്കുകയാണ്, പൊക്കുകയാണ്. ഹാനോക്ക് നടന്നതുപോലെ, ഹാനോക്ക് നടന്നതുപോലെ എലോഹീമായ യഹോവയായ ദൈവത്തിന്റെ കൂടെ നടക്കുന്ന വാ മാചേ ഹർബഹൗർ കൽ ബറാക ഛറോഷ് ബരാഥല ധനാസിയാൻഥര Holy Spirit. Matos arathalas baraha kabrash teriathalas broto barakathalas bara. ഞാനിവിടെ നിൽക്കുമ്പോൾ എന്നോട് കർത്താവ് ഇങ്ങനെ ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ വലത്തെ കൈയെടുത്ത് നിങ്ങളുടെ കണ്ണിൻ്റെ മേലൊന്ന് വെച്ചേ. യെസ് യെസ്. എന്തൊക്കെയോ തെറ്റായ അറിവുകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെയോ അന്ധതകൾ കൊണ്ടായിരിക്കാം
ആത്മലോകം കാണാൻ കഴിയാത്ത ഒരു മൂടുപടം നിങ്ങളുടെ കണ്ണിൻ്റെ മേൽ വീണുപോയി. ഇന്ന് കർത്താവ് അത് നിങ്ങളുടെ കണ്ണിൽ നിന്ന് വലിച്ചു പറിച്ചു മാറ്റുകയാണ്. ഞാനിത് പറയുമ്പോൾ എന്നോട് കർത്താവ് ഇങ്ങനെ പറയാൻ ആവശ്യപ്പെടുന്നു. നിങ്ങൾ നിങ്ങളുടെ മുറികളിൽ കിടന്നുറങ്ങുമ്പോൾ, രാത്രിയിൽ ഏതോ പാതി മയക്കത്തിൽ കണ്ണ് തുറന്നു നോക്കുമ്പോൾ, നിങ്ങളുടെ കിടക്കയുടെ അടുത്തായിട്ട് ദൈവത്തിൻ്റെ ദൂതന്മാർ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പുറകിലൂടെ ദൂതന്മാർ പാസ് ചെയ്യുന്നത് നിങ്ങൾ കാണും. വാ വാ ചല ചല. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ വീടിന് മുമ്പിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയുടെ മൊത്തം മുൻപിൽ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ പായുടെ മുൻപിൽ തന്നെ മഹത്വം വെളിപ്പെട്ടു വരുന്ന ഇത് കാണാൻ ഇന്ന് ഈ രാത്രി കർത്താവ് നിങ്ങളുടെ കണ്ണിൻ്റെ മേലൊരു സ്പിരിച്വൽ വിഷനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. യെസ്. ഓ, ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ കണ്ണിനകത്ത് നിന്ന് എന്തോ ഒന്ന് ഇളകി പോകുന്നത് പോലെ പോയിട്ട് നിങ്ങൾ ചിലതിനെ ഈ നിമിഷം തന്നെ കാണാൻ തുടങ്ങും, ഈ മിനിറ്റിൽ തന്നെ കാണാൻ തുടങ്ങും. വാ, ഈ സഭയ്ക്കകത്ത് തന്നെ ചലിക്കുന്ന ചില ഏഞ്ചൽസിനെ നിങ്ങൾ കാണാൻ തുടങ്ങും. Yes, in the name of Jesus, I'm activating the spiritual vision upon this church. Amen. അത്രയും വർഷങ്ങളായിട്ട് ആ സഭയിൽ, ആ പള്ളിക്കകത്ത് അങ്ങനെ ഒന്നും ആരും കണ്ടിട്ടില്ല. പുരോഹിതന്മാർ തമ്മിൽ ചോദിച്ചു, എന്താണിത്? അടുത്തൊരു ശാസ്ത്രി പറഞ്ഞു, ഞങ്ങൾക്കറിയത്തില്ല. വരൂ, നമുക്ക് പരിശോധിച്ച് നോക്കാം, ഇതിൻ്റെ ഉറവിടം എവിടെയാണെന്നൊന്ന് അന്വേഷിക്കാം. പരീക്ഷന്മാരും ശാസ്ത്രിമാരും എല്ലാവരും കൂടി അവർക്കറിയാവുന്ന ന്യായപ്രമാണ പുസ്തകങ്ങൾ മുഴുവൻ എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി. അവരെ സംബന്ധിച്ച് ന്യായപ്രമാണത്തെക്കാളും ദൈവത്തെക്കാളും അവർ ഏറെ ബഹുമാനിക്കുന്ന മനുഷ്യനാണ് മോശ. അവർ മോശയുടെ ജീവചരിത്രം മുഴുവൻ പരതി കാണും. ഇങ്ങനൊന്ന് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? എങ്ങനൊന്ന്? വാക്കുകൊണ്ട് ഒരുവൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഭൂതത്തെ പുറത്താക്കുന്ന ശുശ്രൂഷ ഇതിനു മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവർ ന്യായപ്രമാണം മുഴുവൻ പരതി. മോശ അത് ചെയ്തിട്ടില്ല. അവർ യോശുവയുടെ കാലഘട്ടത്തിലേക്ക് വന്നു. യോശുവയുടെ പുസ്തകം മുഴുവൻ പരതി. യോശുവയും അത് ചെയ്തിട്ടില്ല. പ്രവാചകന്മാർ ഓരോരുത്തരുടെയും ജീവചരിത്രം അവർ പരിശോധിച്ചു. ആരും അത് ചെയ്തിട്ടില്ല. ആരും ചെയ്തിട്ടില്ലാത്ത ഒരു പുതിയ ശുശ്രൂഷ അധികാരമുള്ളവൻ വന്ന് കയറുന്നിടത്ത് പരിശുദ്ധാത്മാവിൽ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. ഒരിച്ചിരി തൻ്റെ ഇടം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആമേൻ പറയാൻ പറ്റുന്നൊരു ദൂത് ഞാൻ പറഞ്ഞോട്ടെ. എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ദൂതിനെ ഞാൻ തന്നെ സ്വീകരിച്ചുകൊണ്ട് പോകുന്നു. നിങ്ങൾ പിടിച്ചില്ലേ, ഞാനത് പിടിച്ചുകൊണ്ട് പോകും. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കട്ടു. അപ്പോസ്തല പ്രവൃത്തികളിൽ ആരും ചെയ്തിട്ടില്ലാത്ത, പത്രോസ് ചെയ്തിട്ടില്ലാത്ത, പൗലോസ് ചെയ്തിട്ടില്ലാത്ത, യോഹന്നാൻ ചെയ്തിട്ടില്ലാത്ത, 17-ാം നൂറ്റാണ്ടിലാകട്ടെ, 19-ാം നൂറ്റാണ്ടിലാകട്ടെ, 20-ാമത്തെ നൂറ്റാണ്ടിലാകട്ടെ, ലോക ചരിത്രത്തിൽ ഉണർവുകളെ വഹിച്ചുകൊണ്ട് നടന്ന അഭിഷിദ്ധന്മാരാരും ചെയ്തിട്ടില്ലാത്ത, ലോക ചരിത്രം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത എന്തോ പുതിയ ചിലത് ഈ രാത്രി അഭിഷേകത്തിൻ്റെ എക്സൂസിയ നിങ്ങളുടെ മേൽ വീഴുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. കാതറിൻ കുൾമാൻ ചെയ്തതല്ല, അതിലും വലിയതും വ്യത്യസ്തമായ ചിലത് എന്തൊക്കെയോ അധികാരമുള്ള നിന്നിലൂടെ പരിശുദ്ധാത്മാവിന് ചെയ്യാൻ കഴിയും. ചരിത്രത്തിൽ സംഭവിച്ചതിനെ ചെയ്യിപ്പിക്കാനല്ല, ചരിത്രത്തിൽ ആരോ ചെയ്തതിനെ തുടർന്നു കൊണ്ടുപോകാനുമല്ല. ഈ രാത്രി ആത്മാവ് നിന്നെ വിളിക്കുന്നത് ഈ എൻഡ് ടൈമിൽ, പക്ഷെ എനിക്കറിയത്തില്ല എന്താണതെന്ന്, ഈ അന്ത്യകാലത്ത് കർത്താവിനെ പ്രൂവ് ചെയ്ത് കാണിക്കാൻ എന്തൊക്കെയോ വ്യത്യസ്തമായ ചിലത്, ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ചിലത് കർത്താവിന് നിന്നിലൂടെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. റെഡിയാണോ? അങ്ങനൊരു അൺയൂഷ്വലായ കാര്യത്തെ പിടിക്കാൻ നൂറ്റാണ്ടുകളായി ഏതൊക്കെയോ പ്രഗത്ഭരായ അഭിഷിദ്ധന്മാർ ചെയ്തതിൻ്റെ ഒരു പകർച്ചയ്ക്ക് വേണ്ടി ഞാനും അറിവില്ലാത്തൊരു സമയത്ത് പ്രാർത്ഥിച്ചിരുന്നു. ഹല്ലേലൂയ. ഉള്ള കാര്യം ഉള്ള പോലെ പറയാമല്ലോ. നമ്മുടെ കർത്താവിൻ്റെ അഭിഷിദ്ധൻ നിത്യതയിൽ വിശ്രമിക്കുന്ന TB ജോഷുവ മരിച്ച സമയത്ത് ഞാൻ എൻ്റെ മുറിക്കകത്ത് ചെന്ന് നിലമ്പാടെ വീണ് കിടന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, TB ജോഷുവയുടെ മേൽ നിന്ന് അത് എടുത്തെങ്കിൽ അതെനിക്ക് തരണമേ എന്ന്.
അന്ന് കർത്താവിൻ്റെ തോളെ തട്ടിയിട്ട് പറഞ്ഞു, മണ്ട, അത് TB ജോഷയ്ക്കുള്ളതായിരുന്നു. നിനക്കുള്ളതെന്ത് എന്ന് ഒരാൾക്കും പ്രവചിക്കാൻ പോലും പറ്റത്തില്ല. കാരണം വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി നിന്നിലൂടെ ഇപ്പോൾ വ്യാപരിക്കുന്നതിൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഈ ഉച്ചഭാഷണിലൂടെ പറയുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. ഭാരത സഭ അല്ലെങ്കിൽ കേരളത്തിലെ സഭകൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില പ്രതിസന്ധികളിലൂടെ ഇനി അങ്ങോട്ട് കടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ ആരും ചെവി തരാത്തൊരു സമയം വരുന്നുണ്ട്. നിങ്ങൾ കവലകളിൽ വിളിച്ചു പറയുന്ന പരസ്യയോഗ സുവിശേഷ വചനങ്ങളെ സ്വീകരിക്കാൻ മനസ്സില്ലാതെ നിങ്ങളെ കളിയാക്കിയിട്ട് നിങ്ങളെ അധിക്ഷേപിച്ച് കടന്നു പോകുന്ന തലമുറ എഴുന്നേറ്റ് വരുന്ന സമയം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അതിനിയും വർദ്ധിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രസംഗത്തിന് ആരും വില തരാത്ത, നമ്മുടെ പ്രസംഗത്തിന്, നിങ്ങളുടേതെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചു എന്നാകും, നമ്മുടെ പ്രസംഗത്തിന് വില തരാത്തൊരു സമയം വരുന്നുണ്ട്. പ്രസംഗങ്ങളെ ആർക്കും വേണ്ടാത്തൊരു സമയം വരുന്നുണ്ട്. എല്ലാവരും ചോദിക്കും, ഇതിനേക്കാൾ നന്നായിട്ട് ഞങ്ങളുടെ മുസ്ലിയാർ പ്രസംഗിക്കും, ഇതിലും വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ പുസ്തകത്തിലുമുണ്ട്, ഇതിലും വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ ഭഗവത്ഗീതയിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിത്വത്തെയും യേശുവിൻ്റെ ശക്തിയെയും തുച്ഛീകരിക്കുന്നൊരു സമയം വരുന്നുണ്ട്. ആ കാലഘട്ടത്തിലേക്ക് വേണ്ടിയാണ് കർത്താവ് നിങ്ങളെ മാറ്റിവെച്ചിരിക്കുന്നത്. എന്തിനെന്നറിയാമോ? പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, എൻ്റെ പ്രസംഗമോ എൻ്റെ ശുശ്രൂഷയോ പ്രസംഗങ്ങൾ കൊണ്ടോ വചനങ്ങൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ആയിരിക്കുകയില്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും അധികാരത്തിൻ്റെയും പ്രകടനങ്ങൾ. ഓ ഓ ഞാനത് പറഞ്ഞപ്പോൾ തന്നെ ആരോ അത് പിടിച്ചു. കേരളക്കരയിൽ പ്രസംഗിക്കാനല്ല, നിരീശ്വരവാദികളെ പോലും വിശ്വാസികളാക്കി മാറ്റാൻ കഴിയുന്ന, മെഡിക്കൽ പ്രൂവ്ഡ് സയന്റിഫിക്കായ ചിലത് ചെയ്യാൻ, ചിലതിനെ തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ ആരും ചെയ്തിട്ടില്ലാത്തത് എന്തൊക്കെയോ ചെയ്യാൻ ഇന്ന് ഈ രാത്രി ദൈവാത്മാവ് നിങ്ങളുടെ മേലെ അങ്ങനത്തെ ഒരു എക്സൂസിയ ഇടുന്നു, അങ്ങനത്തെ ഒരു അധികാരത്തെ പകരുന്നു. ഓ, പ്രാപിച്ചോ പ്രാപിച്ചോ പ്രാപിച്ചോ. പെന്തക്കോസ്ത് എന്ന സഭ പ്രസംഗം കൊണ്ട് ഒതുങ്ങിയപ്പോൾ ഇതാ ഇവിടെ മറ്റൊരു സഭ എഴുന്നേൽക്കുന്നുണ്ട്. പ്രസംഗം കൊണ്ടല്ല, പെന്തക്കോസ്തിന്റെ ശക്തിയെ പ്രദർശിപ്പിച്ച് കാണിക്കാൻ. അതുകൊണ്ട് ഈ തലമുറയിൽ കർത്താവ് നിങ്ങളെ വെച്ചിരിക്കുന്നതും കർത്താവ് ഈ തിരുവെഴുത്തിൻ്റെ സത്യങ്ങളെ നിങ്ങളെ ബോധ്യമാക്കി തരുന്നതിനും വെറുതെയല്ല, നിങ്ങളെക്കൊണ്ട് കൈയടിപ്പിക്കാനല്ല, നിങ്ങളെക്കൊണ്ട് നല്ല ആമയം പറയിപ്പിക്കാനല്ല. ഒരു 10-15 വർഷങ്ങൾക്കപ്പുറം ഞാൻ പറയുന്നത് പോലെ സഭകളിലെ ചെയറുകളെല്ലാം ശൂന്യമാകാൻ തുടങ്ങും. 4 ചുവരുകൾക്കകത്ത് ആൾക്കാർ വരാതെയാകും. ആ നാളിൽ നിങ്ങൾ ഓർത്തോണം, നിങ്ങൾക്ക് സഭ വിട്ട് പുറത്തോട്ടിറങ്ങി എങ്ങനെയാണോ അപ്പോസ്തലന്മാർ നിഴല് കൊണ്ടും തൂവാല കൊണ്ടും അവരുടെ കൈവപ്പിന് കൊണ്ടും ദേശങ്ങളെ ഇളക്കി മറിച്ചതുപോലെ, ഞാൻ നിങ്ങളോടൊരു പ്രവാചക ശബ്ദം പറയട്ടെ. സഹോദരി സഹോദരന്മാരെ, അഭിഷിക്തന്മാരെ, എന്നെയും ചേർത്ത്, നമ്മുടെ ശുശ്രൂഷ സഭയ്ക്കുള്ളിലല്ല, ഞങ്ങളുടെ ശുശ്രൂഷ 4 ചുവരുകൾക്കുള്ളിലല്ല, ഞങ്ങളുടെ ശുശ്രൂഷ AC റൂമിനകത്തല്ല, ഞങ്ങളുടെ ശുശ്രൂഷ മോർച്ചറികളിലും സെമിത്തേരികളിലും ആശുപത്രി യൂണിറ്റുകളിലും ക്യാൻസർ സെന്ററുകളിലും ബസ്സിനകത്തും എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനുകളിലും. റെഡിയാണോ? അടുത്ത ജനറേഷനിൽ വീഴേണ്ടത് ഇന്ന് കർത്താവ് ഈ സഭയുടെ മേൽ തുറക്കുന്നു. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത്യന്തമായൊരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പൊട്ടി ഒഴുകുന്നൊരു കാഴ്ച ഞാൻ കാണുന്നു. പിടിച്ചു വയ്ക്കരുത്. റിലീസ് ഇറ്റ്.
ഇതിനകത്തിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പേഴ്സണലി പ്രവചിക്കുന്നു. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളിൽ വായിച്ചത് പലതും നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണുന്നൊരു സമയം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അസൈൻമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡിയാണോ? നിന്റെ വിസ അവർ ക്യാൻസൽ ചെയ്യും, നിന്റെ പാസ്പോർട്ട് അവർ ബ്ലോക്ക് ചെയ്യും, നിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ വണ്ണം ഈ നാട്ടിലെ നിയമങ്ങൾ ബന്ധിക്കും. പക്ഷേ എവിടെ ഫിലിപ്പോസുമാർ? കമോൺ, രാജ്യാതിർത്തികളെ കവിഞ്ഞു പോകാൻ ആത്മാവ് എടുത്തോണ്ട് പോകുന്ന ഉണ്ടോ? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആത്മാവ് എടുത്തോണ്ട് പോകുന്നത് പോലെ ഭൂമിയിൽ നിന്ന്, ഗുരുത്വാകർഷണ ബലത്തിൽ നിന്ന് ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് നിന്നെ പറിച്ചെടുത്തിട്ട് ആത്മാവിന്റെ പ്രമാണം നിന്നെ ചലിപ്പിക്കും. വാ വാ മെരോഖോസ് ബറാക. യെസ് 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 നാചുസ് ബാഹതല്ലരിയാൻ തുർ ബറാചലസ് ബഹാതര. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും പകരുമെന്ന് പറഞ്ഞതും അത് സംഭവിച്ചതും അതിൻ്റെ അടുത്ത ഒരു മാനിഫെസ്റ്റേഷനാണ് ഈ രാത്രി ഇതിനകത്ത് കർത്താവ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ആ പരീക്ഷന്മാർ മുഴുവൻ പരിശോധിച്ച് നോക്കിയിട്ടും അവർക്കെങ്ങും ഒരടയാളവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം ഇത് ലോകത്താരും ചെയ്തിട്ടില്ല. എന്ത്? വാക്കുകൊണ്ട് ഒരുവൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഭൂതത്തെ പുറത്താക്കുക. സാധാരണയായി മനുഷ്യർക്കെല്ലാം, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ നിന്നാകയാൽ, യഹൂദന് രോഗം വന്നാൽ അവൻ ആദ്യം പോകുക വൈദ്യൻ്റെ അടുക്കിലേക്കാണ്. വൈദ്യനെ, എൻ്റെ കൈക്കൊരു വളവുണ്ട്. വൈദ്യനത് പരിശോധിച്ചിട്ട് മരുന്ന് കൊടുത്തു വിടും. ഒരു ചുണങ്ങ് വന്നാൽ, ചൊറി വന്നാൽ, സോറിയാസിസ് വന്നാൽ, കുഷ്ഠരോഗം വന്നാൽ അവർ വൈദ്യൻ്റെ അടുക്കിലേക്ക് ചെല്ലും. വൈദ്യൻ അവന് മരുന്ന് കൊടുക്കും. ആമേൻ ആമേൻ. അത് പുരട്ടിയാലും അത് കഴിച്ചാലും അത് കുടിച്ചാലും ഒന്നും ഇവൻ്റെ ശരീരത്തിനെ ബാധിച്ചിരിക്കുന്ന രോഗം വിട്ടുമാറുന്നില്ല. അതുകൊണ്ട് തന്നെ ഗലീലയിൽ, കഫർനഹൂമിൽ, യെരുശലേമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ കണക്കില്ലാത്ത രോഗികളുടെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു എവിടെ ഉണ്ടെങ്കിലും നാനാ വ്യാധിക്കാർ ഓടി വരാൻ കാരണം. വൈദ്യൻ കൊടുത്ത മരുന്ന് കഴിച്ചിട്ട് ഫലമില്ലാതിരിക്കുന്നവർ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. മെഡിക്കൽ സയൻസസ് തള്ളിയതിനെ, സർജറി കൊണ്ട് ഇനി ശരിയാകുകയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു വിട്ടതിനെ, ഇനി ഈ ശരീരം ജീവിക്കുകയില്ല എന്ന് പറഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടിച്ച് ശവസംസ്കാരത്തിന് വേണ്ടി അയച്ച ചിലതിനെ പുത്രന്മാരുടെ അധികാരം ചുമക്കുന്നവൻ്റെ അടുക്കൽ കൊണ്ടുവരും. അധികാരമുള്ള നിന്റെ മുമ്പിൽ അത് കിട്ടിയാൽ അന്നത്തോടുകൂടി ആ കാര്യത്തിനൊരു തീരുമാനമാകും. വൈദ്യൻ്റെ മരുന്ന് കൊണ്ടല്ല, ഡോക്ടറുടെ എഫിഷ്യൻസി കൊണ്ടല്ല, ഇവയൊക്കെയും പുനഃസൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു അധികാരം, ഒരു എക്സൂസിയ നീ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകത്തിനകത്ത് നിന്റെ കൈവിരലുകളിലൂടെ വ്യാപരിക്കുന്നുണ്ടെന്ന് അന്നാളിൽ ലോകം തിരിച്ചറിയും. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നാനാ വ്യാധിക്കാർ യേശുവിൻ്റെ അടുക്കൽ വരുമായിരുന്നു. പക്ഷേ യേശുവിന് അറിയാമായിരുന്നു. ഞാൻ പകൽ സംസാരിച്ച ആ ഭാഗത്തെ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഓരോ രോഗത്തിൻ്റെ മേലും ആ പ്രത്യേക രോഗത്തെ കൈകാര്യം ചെയ്യാൻ അധികാരമുള്ള ഒരു ദുരാത്മാവ്, ഒരു ഭൂതം ഉണ്ട് എന്ന് യേശുവിന് നല്ല ബോധമുണ്ടായിരുന്നു. ആമേൻ ആമേൻ. കുഷ്ഠരോഗത്തിൻ്റെ ഒരു ഭൂതം യെരുശലേമിൽ നൂറുകണക്കിന് ആൾക്കാരെ കുഷ്ഠരോഗികളാക്കി മാറ്റി. ഹല്ലേലൂയ. വൈദ്യൻ മരുന്ന് കൊടുത്തു. ഭൂതത്തിനെന്ത് മരുന്ന്, ദുരാത്മാവിനെന്ത് മരുന്ന്, ഇരുട്ടിൻ്റെ ശക്തികൾക്കും നരകത്തിൻ്റെ ശക്തികൾക്കും എന്ത് മരുന്ന്, എന്ത് കെമിക്കൽ, എന്ത് കഷായം, എന്ത് വൈദ്യം.
അവർ നിരന്തരമായി പിന്നെയും രോഗികളെ കുഷ്ഠരോഗികളാക്കി മാറ്റിക്കൊണ്ടിരുന്നു. രോഗം വന്നാൽ മരുന്ന് കഴിക്കണമെന്നതായിരുന്നു അന്നു വരെയുള്ള കാഴ്ചപ്പാടെങ്കിൽ അധികാരമുള്ളവൻ ഒരുത്തൻ യെരുശലേമിലേക്ക് കയറി വരുമ്പോൾ ആ ചിന്ത തന്നെ മാറിപ്പോവുകയാണ്. ഇതിൽ കൂടുതൽ എനിക്ക് വിശദീകരിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ വയറ്റിനകത്തൊരു ട്യൂമർ ഉണ്ടെന്നറിഞ്ഞാൽ RCCയിൽ ചെന്നതിനെ പരിശോധിച്ച് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുമ്പോൾ അത് ക്യാൻസർ ആണെന്നറിഞ്ഞാൽ കീമോതെറാപ്പി എന്നതാണ് അടുത്ത ഓപ്ഷൻ എന്ന് ചിന്തിക്കുന്ന ചിന്തയിൽ നിന്ന് ക്യാൻസർ ഉണ്ടെങ്കിൽ അവനെ പള്ളിയിലോട്ടും അധികാരമുള്ളവൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന മറ്റൊരു മറ്റൊരു യുഗം. എൻ്റെ കൂടെ വിശ്വസിക്കാൻ തയ്യാറുള്ള വിപ്ലവകാരികളുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, യേശു അന്നത് ചെയ്തെങ്കിൽ 2024 അതിലും വലിയത് ചെയ്യാം. രോഗത്തിൻ്റെ അധികാരത്തെ കീഴ്മേൽ മറിക്കുന്ന മറ്റൊരധികാരം ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ നിന്ന് അവൻ നിങ്ങളുടെ മേലാക്കിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപസ്മാരത്തിൻ്റെ ഒരു ദുർഭൂതം, അപസ്മാരത്തിൻ്റെ ഒരു ദുരാത്മാവ് യെരുശലേമിലും യഹൂദിയിലുമൊക്കെ നൂറുകണക്കിന് ചെറുപ്പക്കാരെ, പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾപ്പെടുന്ന ചെറുപ്പക്കാരെ അപസ്മാര രോഗികളാക്കി വെച്ചിരിക്കുകയാണ്. അവർ ഏത് നിമിഷം കുഴഞ്ഞു വീഴുമെന്ന് പറയത്തില്ല. ഒരു പക്ഷേ കുഴഞ്ഞ് തീയിൽ വീഴും, വെള്ളത്തിൽ വീഴും, വഴിവക്കിൽ വീഴും, മൃഗങ്ങളുടെ മുമ്പിൽ വീഴും. ഏത് നിമിഷവും അവരെ അപസ്മാര രോഗികളാക്കി നിലത്തിട്ടഴയ്ക്കുന്ന ഒരു ദുർഭൂതം, ഒരു ദുരാത്മ മണ്ഡലത്തിൻ്റെ ഒരു വലിയ ബെൽറ്റ്, ഒരു സൈന്യം ഈ പറയുന്ന യെരുശലേമിലും യഹൂദിയിലും ഒക്കെ നൂറുകണക്കിന് ആൾക്കാരെ അടിമകളായി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മരുന്ന് ഫലിക്കുന്നില്ല. കുഷ്ഠരോഗിക്ക് ഫലിക്കാത്തതുപോലെ ഇവർക്ക് മരുന്ന് ഫലിക്കുന്നില്ല. ചിലരെ മുടന്തരാക്കിയും ചിലരെ ചെകിടരാക്കിയും ചിലരെ പക്ഷവാത രോഗികളാക്കിയും ചിലരെ പലതരത്തിലുള്ള ശാരീരിക വൈകല്യങ്ങളിൽ പെടുത്തിയുമൊക്കെ ഓരോ ദുർഭൂതങ്ങൾ, ദുരാത്മ മണ്ഡലങ്ങൾ, ദുരാത്മ സൈന്യങ്ങൾ യെരുശലേമിൻ്റെ മേൽ ആധിപത്യം നടത്തി. ഓരോ ശരീരത്തിൻ്റെ മേലും അവർക്കതിനുള്ള അധികാരമുണ്ട്. ഒരുവൻ്റെ ത്വക്കിൻ്റെ മുകളിൽ ഇങ്ങനെ കുഷ്ഠത്തെ പരത്തുവാൻ അവൻ്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവിന് ഒരധികാരമുണ്ട്. ഓരോ കുഞ്ഞിൻ്റെയും തലയ്ക്കകത്ത് കയറി അവനെ ചുഴറ്റി അപസ്മാര രോഗിയെ നിലത്തിട്ടഴയ്ക്കാൻ അവൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന ദുരാത്മാവിന് ഒരധികാരമുണ്ട്. അത് ആരിൽ നിന്ന് ലഭിച്ചതാണ്? അത് ലൂസിഫറിൽ നിന്ന് ഇവർക്ക് കൈമാറി കിട്ടിയതാണ്. അവർ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഈ സകല അധികാരങ്ങളിലും മുകളിൽ ഒരു സുപ്രീം അതോറിറ്റിയുമായിട്ട് ഒരുത്തൻ യെരുശലേമിലേക്ക് കയറി വരികയാണ്. ഇവിടെ മുതൽ കഥ അന്ന് തൊട്ട് മാറിയെങ്കിൽ ഇന്നും ആ കഥ അങ്ങനെ തന്നെ മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു വന്നിട്ട് കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ അവൻ ത്വക്കിൻ്റെ പുറത്ത് വികൃത രൂപത്തിലിരിക്കുന്ന കുഷ്ഠത്തെ അല്ല കണ്ടത്, അവനെ അങ്ങനെ വികൃത രൂപിയാക്കിയിട്ട് അവൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ആ ഭൂതത്തെ യേശു കണ്ടു. ഇപ്പം മനസ്സിലായി നിങ്ങൾ എന്തിനാ കണ്ണ് തുറക്കാൻ പ്രാർത്ഥിച്ചതെന്നോ? ആമേൻ, ആമേൻ. അപസ്മാര രോഗിയായ ഒരു കുഞ്ഞിനെ യേശു കണ്ടപ്പോൾ അവളുടെ ഉള്ളിലിരിക്കുന്ന അപസ്മാര രോഗത്തിൻ്റെ ഹോർമോൺ ചേഞ്ചസോ നാഡീ പ്രശ്നങ്ങളോ നെർവിൻ്റെ പ്രശ്നങ്ങളോ ഒന്നുമല്ല യേശു കണ്ടത്. അവളെ അങ്ങനെ ആക്കിയ ഒരു ഭൂതം അവളുടെ ഉള്ളിലിരിക്കുന്നത് അവൻ കണ്ടു. പക്ഷവാതക്കാരനെ എടുത്തുകൊണ്ട് വന്നപ്പോൾ പാരലൈസായി കിടക്കുന്ന അവൻ്റെ ശരീരത്തിലെ സ്റ്റിഫ്നെസ്സും ഫിസിയോതെറാപ്പി ചെയ്താൽ മതിയെന്നോ അതൊന്നുമല്ല യേശുവിൻ്റെ മൈൻഡിലൂടെ ഓടിയത്. അവനെ അങ്ങനെ കിടത്തിക്കളഞ്ഞ ആ കിടരോഗിയുടെ ഉള്ളിൽ കിടക്കുന്നൊരു ഭൂതത്തെ യേശു കണ്ടു. എന്താ ഇതിനർത്ഥം എന്നറിയാമോ? എല്ലാ രോഗങ്ങൾക്ക് പുറകിലും അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ അധികാരമുള്ള, അതിനെ കൈകാര്യം ചെയ്യാൻ റൈറ്റുള്ള ഒരു ഭൂതം അല്ലെങ്കിൽ ഒരു നരകത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ ഈ എക്സൂസിയുടെ പവർ എന്നാ നിങ്ങൾക്കറിയാവോ? യേശു ഇതിനു മുമ്പും എത്രയോ തവണ ഈ വഴികളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇവരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഈ കുരുടന്മാർക്കും ചെകിടന്മാർക്കും യേശു തന്നാലാകുന്ന ഭിക്ഷയും ഒരു പക്ഷേ കൊടുത്തിട്ടുണ്ടാകാം. എന്നാൽ യോർദാൻ്റെ കരയിൽ എക്സൂസിയ പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വന്നപ്പോൾ മരുഭൂമിയിലേക്ക് താൻ ചെന്ന് 40 ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പോൾ 40ാമത്തെ ദിവസത്തിൽ യേശുവിൻ്റെ കണ്ണ് തുറന്നു. എന്ത് കാണാൻ? അവനെ പരീക്ഷിക്കാൻ അവൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ലൂസിഫറിനെ കാണാൻ. ആത്മജീവിയായവനെ, ഭൗതിക ശരീരത്തിലിരിക്കുന്നവന് കണ്ണുകൊണ്ട് കാണാനും കാതുകൊണ്ട് കേൾക്കാനും സംസാരിക്കാനും കഴിയുന്ന ഒരു സ്പിരിച്വൽ എബിലിറ്റിയിലേക്ക്, ഒരാത്മീയ കഴിവിലേക്ക് യേശു മാറി. എങ്ങനെ? മേൽ വീണ അഭിഷേകം അവനെ അങ്ങനെ മാറ്റി. പിടികിട്ടിയില്ല.
നിങ്ങൾക്ക് വിശദീകരിക്കാൻ വിഷമമാണ്. ഇത് ആത്മീയ സത്യങ്ങളായതുകൊണ്ട് നിങ്ങളെ മനസ്സിലാക്കിയെടുത്താൽ മനസ്സിലാക്കിയ അത്ര മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. യോർദാൻ്റെ കരയിൽ നിന്ന് 40 ദിവസം ഉപവസിക്കാൻ പോയവന് 40ാമത്തെ ദിവസത്തിൽ കണ്ണ് തുറന്നു. ആരെ കാണാൻ? പിശാചിനെ കാണാൻ. എന്തായാലും മിണ്ടാത്തെ? എന്തിനെ കാണാൻ? തന്നെ പരീക്ഷിക്കാൻ തൻ്റെ മുമ്പിൽ വന്നു നിന്ന് സംസാരിക്കുന്നവനെ കേൾക്കാൻ കാതു തുറന്നു. കണ്ണ് മാത്രമല്ല തുറന്നത്, കാതും തുറന്നു. ഇനി കാതു മാത്രമല്ല തുറന്നത്, ഭൗതിക ശരീരത്തിൽ എന്നെയും നിങ്ങളെയും പോലെ ഒരു ജഡവും രക്തവുമുള്ള എല്ലും മാംസവും ഞരമ്പും ഉള്ള കുത്തിയാൽ വേദനിക്കുന്ന മുറിഞ്ഞ രക്തം വരുന്ന ഈ ശരീരത്തിൽ ഇരിക്കുന്നവൻ ശരീരമില്ലാത്ത ആത്മജീവിയായ ലൂസിഫറിനെ കണ്ണിന് മുമ്പിൽ കണ്ടെങ്കിൽ അവൻ്റെ കണ്ണും കാതും അത് കാണാൻ തുറന്നു. എന്ത് ചെയ്തു? തുറന്നു. അതെന്താ? നീ മറിയയുടെ വീട്ടിൽ ചപ്പാത്തി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ, യോസേഫിൻ്റെ കൂടെ മരപ്പണിക്ക് പോയപ്പോൾ കാണാത്തതെന്താ ഇപ്പോൾ കാണാൻ കാരണം? ഇപ്പോൾ എൻ്റെ മേൽ കണ്ണ് തുറക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ എക്സൂസിയ ഉണ്ട്. അധികാരം നിൻ്റെ കണ്ണ് തുറപ്പിക്കും. അധികാരം നിൻ്റെ കാതിനെ ഓപ്പണാക്കും. ആമേൻ, ഹല്ലേലൂയ. ഓപ്പണായ ഉടനെ ഇവൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? നീ മനുഷ്യപുത്രനാണെങ്കിൽ, നീ ദൈവപുത്രനാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ കല്ലുകളോട് കൽപ്പിക്കാതെ ആഹാരമാകട്ടെ, അത് നിനക്കെടുത്ത് കഴിക്കാമല്ലോ. യേശു ഉടനെ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ അപ്പമാകട്ടെ എന്നല്ല. രണ്ടാമത് അവനെ കൂട്ടിക്കൊണ്ടിട്ട് ഒരു വലിയ മലയുടെ മുകളിൽ കൊണ്ടുപോയി. ആര്? പിശാച്. ആരെ? പരിശുദ്ധാത്മാവുമായി നടക്കുന്ന യേശുവിനെ വിളിച്ച് ഇൻവൈറ്റ് ചെയ്തൊരു മലയുടെ മുകളിൽ കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞു, നീ ചുറ്റും നോക്ക്. തെക്കോട്ട് നോക്ക്, എണ്ണപ്പാടങ്ങൾ കണ്ടോ? വടക്കോട്ട് നോക്ക്, മരുഭൂമി കണ്ടോ? നേരെ നോക്ക്, ഫലഭൂയിഷ്ടമായ നാട് കണ്ടോ? പുറകിലോട്ട് നോക്ക്. ഈ രാജ്യങ്ങൾ മുഴുവൻ, ഇതിൻ്റെ മുഴുവൻ അധികാരവും ഇതിൻ്റെ മുഴുവൻ മഹത്വവും ആരേലിരിക്കുന്നു? പിശാച് പറഞ്ഞതാ, എൻ്റെ കയ്യിലിരിക്കുകയാണ്. എൻ്റെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഭൂമിയുടെ അധികാരം അവൻ്റെ കയ്യിലാണ്. ആരും ആമേൻ പറയരുത്. കാരണം ക്രൂശിന് മുമ്പ് വരെ അത് അവൻ്റെ കയ്യിലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായവും 2-ാം അധ്യായവും പഠിക്കുമ്പോൾ ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കിയിട്ട് അവിടെ മനുഷ്യനെ ഉണ്ടാക്കുന്നു. മനുഷ്യൻ്റെ ഉള്ളിൽ, മനുഷ്യൻ്റെ കാതിൽ ദൈവം വന്ന് പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയതിനെ മുഴുവൻ ആര് ഭരിച്ചോണം? ആര് ഭരിച്ചോണം? നീ ഭരിക്കണം. നിൻ്റെ വാക്കുപോലെ ഇവിടെ സമുദ്രം ചലിക്കത്തുള്ളൂ. ആദാമേ, നീ പറയുന്നത് പോലെ മഴ പെയ്യത്തുള്ളൂ. ആദാമേ, നീ പറയുന്നത് പോലെ പറവകൾ പറക്കത്തുള്ളൂ. നീ നിയന്ത്രിക്കുന്നത് പോലെ ഈ പ്രകൃതി നിൽക്കത്തുള്ളൂ. കാരണം ഇതിനെ മുഴുവൻ അവൻ കൈവെള്ളയിൽ കൊടുത്തത് അവൻ്റെ കാൽപ്പീഴിലല്ല, അവൻ സൃഷ്ടിച്ചാക്കിയ ആദാമിൻ്റെ കയ്യിലാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ദ എൻറ്റയർ നേച്ചർ ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ആഡം. ആദാം എന്ന് പറയുന്ന ആദ്യ മനുഷ്യൻ്റെ കൈവെള്ളയിലിരിക്കുന്ന കളിപ്പാവയാണ് പ്രകൃതി. അവൻ തിരമാലയോട് ആഞ്ഞടിക്കാൻ പറഞ്ഞാൽ അത് ആഞ്ഞടിക്കും, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും. അവൻ തിമിംഗലത്തോട് ഉയരെ ചാടാൻ പറഞ്ഞാൽ അത് ചാടും, താഴേക്ക് പോകാൻ പറഞ്ഞാൽ അത് പോകും. അവൻ കാക്കയോട് മലന്ന് പറക്കാൻ പറഞ്ഞാൽ പറന്നേ പറ്റൂ. കാരണം അവൻ്റെ മേലാണ് എക്സൂസിയ. ആരുടെ മേലിൽ? ആദാമിൻ്റെ മേൽ. മനസ്സിലായോ? എന്നാൽ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കൗശലക്കാരനായ ഈ ലൂസിഫർ മെല്ലെ അവനെ പാപത്തിലാക്കിയിട്ട്, അവനെ അടിമയാക്കിയിട്ട്, അവൻ്റെ കയ്യിലിരുന്ന ഈ അധികാരത്തിൻ്റെ ദണ്ട് പിടിച്ചു മേടിച്ചിട്ട് പിന്നെ ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ആരാ? പിശാച്. അവൻ ഇപ്പോൾ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുകയാണ്, നീ എന്നെ നമസ്കരിച്ചാൽ എൻ്റെ മേലിരിക്കുന്ന ഈ എക്സൂസിയ ഞാൻ നിനക്ക് തരാം. നല്ല ഓഫറല്ലേ? എന്താണ്? നല്ല ഓഫറല്ലേ? എല്ലാ നാടും എല്ലാ ദേശവും ഒരൊറ്റ മിനിറ്റിൽ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാമെന്നൊരു ഓഫർ. അവനങ്ങനെ പൊട്ടനാണോ ഈ ഒരു ഓഫർ കൊടുക്കാൻ? എന്തേ വടി കൊണ്ട് ചെങ്കടലിനെ രണ്ടാക്കിയ മോശയോട് അവൻ പറഞ്ഞില്ല, മോശേ ഈ കാണുന്നത് മുഴുവൻ എൻ്റെ കയ്യിലിരിക്കുക, നീ എന്നെ നമസ്കരിക്കും, നിനക്ക് തരാമെന്ന് എന്തേ പറഞ്ഞില്ല? പെട്ടകം കൊണ്ടുവന്ന് യോർദാനെ രണ്ടാക്കി ചവിട്ടി കടന്നുപോയ യോശുവയുടെ തലമുറയോട് എന്തേ പിശാച് വന്ന് പറഞ്ഞില്ല, ഇത് ഞാൻ നിനക്ക് തരാം, നീ എന്നെ നമസ്കരിച്ച നിനക്ക് തരാമെന്ന് എന്തേ പറഞ്ഞില്ല? കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ അവൻ വിരൂപമാക്കപ്പെടുമെന്നും കന്യകയിൽ നിന്ന് ജനിക്കുമെന്നും വരെ വളരെ ആക്യുറേറ്റായിട്ട് പ്രവചിച്ച യെശയ്യാവിനോടും അവൻ എന്തേ അത് പറഞ്ഞില്ല?
ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് ആകാശം പിറന്ന് തീ ഇറക്കിയ ഏലിയാവിനോടും അവൻ വന്ന് പറഞ്ഞില്ല, ഈ അധികാരം ഞാൻ നിനക്ക് തരാമെന്ന്. ഡീല് സംസാരിക്കാൻ വന്നില്ല. എന്താ കാരണം എന്നറിയാമോ? കാരണം അവനറിയാം ഈ അധികാരത്തെ കവിയുന്നതൊന്നും ആരുടെയും കയ്യിലില്ല. എന്നാൽ ഇപ്പോൾ മരുഭൂമിയിലേക്ക് വന്നവൻ്റെ കയ്യിലിരിക്കുന്നത് സുപ്രീം അതോറിറ്റിയാ. വാ, ഹീസ് എ ഗുഡ് ബിസിനസ് മാൻ. നിങ്ങളുടെ കയ്യിൽ 500 രൂപയുടെ മുതലുണ്ടെങ്കിൽ 5000 ഉള്ളവനെ പറഞ്ഞു പറ്റിച്ച് 500 അടിച്ചേൽപ്പിച്ചിട്ട് 5000 പിടിച്ചെടുക്കാനുള്ള ബിസിനസ് തന്ത്രമായിട്ടാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് അവൻ വരുന്നത്. പക്ഷേ യേശു പറഞ്ഞു, മോനെ, ഈ ഡീല് ഞാൻ ഓക്കെ ആക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോഴല്ല, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. അവൻ ആ ഡീൽ അവിടെ ക്ലോസ് ചെയ്തിട്ട് അവൻ ഇറങ്ങി വന്ന ഉടനെ പള്ളിക്കകത്തും തെരുവോരങ്ങളിലും കടൽ പ്രദേശങ്ങളിലുമൊക്കെ രോഗത്തിൻ്റെ അധികാരത്തിനകത്ത് കിടക്കുന്ന കുറേ പേരെ കണ്ടു. യേശു ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, നീ അന്ന് ആ മലയുടെ മുകളിൽ വെച്ച് എന്നോട് ചോദിച്ചിട്ടില്ലേ ഇത് മുഴുവൻ നിന്റെ കയ്യിലാണെന്ന്? എടാ, നീ തിരിച്ചറിഞ്ഞോ? അങ്ങനല്ല, ഇത് മുഴുവൻ എൻ്റെയും എൻ്റെ പിതാവിൻ്റെയും സ്വത്താണെന്ന് ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. ഇരുട്ടിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും ഒക്കെ ലേബലിൽ അറിയപ്പെടുന്ന ചില രാജ്യങ്ങളെ എൻ്റെ അപ്പൻ്റേതാണെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാൻ പുത്രന്മാരുടെ മേൽ വീഴുന്ന ഒരു അധികാരമുണ്ട്. അതിന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ തന്നാൽ രാജ്യങ്ങളുടെ നിയമങ്ങളെയും രാജ്യങ്ങളുടെ സംസ്കാരങ്ങളെയും മാറ്റിമറിക്കാൻ കഴിയുന്നത് എന്തോ ഒന്നാണ് നിങ്ങളുടെ മേൽ ഈ രാത്രി കർത്താവ് വിളിച്ചിരുന്നത്. അവൻ രോഗത്തിനെ കണ്ടില്ല, രോഗത്തിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന അധികാരത്തെ കണ്ടു. ആ അധികാരത്തെ അവൻ്റെ മേലുണ്ടായിരുന്ന സുപ്രീം അതോറിറ്റി കൊണ്ട് അവൻ കീഴ്പ്പെടുത്തി. ഹല്ലേലൂയ. നിങ്ങൾ ഒരാവശ്യത്തിന് വേണ്ടി സ്ഥലം പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഒരു ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ടാകും. നിങ്ങളെ കാണുമ്പോൾ അദ്ദേഹം വലിയ ജാടയിൽ മൈൻഡ് ചെയ്യാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ സാറേ എന്ന് വിളിച്ച് പേപ്പറും കൊണ്ട് പുറകെ നടക്കും. പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യം ഭരിക്കുന്നയാളെന്ന രീതിയിൽ വളരെ ജാടയിട്ട് നടക്കും. എന്നാൽ നിങ്ങൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ASI കയറി വന്നാൽ ഉടനെ ആള്, സാർ എന്താ കാര്യം? എടാ, നിൻ്റെ മേലുള്ളതിനേക്കാൾ കൂടുതൽ എന്തോ അവൻ്റെ മേലുണ്ട്. ശരിയാണ്, നിൻ്റെ കയ്യിൽ അതോറിറ്റി ഉണ്ടായിരിക്കാം, നിൻ്റെ മേത്ത് യൂണിഫോം ഉണ്ടായിരിക്കാം, പക്ഷേ അതിനേക്കാൾ കൂടുതൽ നക്ഷത്രങ്ങൾ അവൻ്റെ യൂണിഫോമിൽ പതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അതിനേക്കാൾ ഉയർന്ന അധികാരി ASIയുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. ASIയുടെ അടുക്കിലേക്ക് നിന്ന് സംസാരിക്കുമ്പോൾ പുള്ളിയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ ജാടയിട്ട് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് മുമ്പിലൊരു ജീപ്പ് വന്ന് നിൽക്കുന്നു. അവിടുത്തെ സബ് ഇൻസ്പെക്ടർ ഇറങ്ങി വരുന്നു. ഉടനെ പുള്ളി, സർ, ഇനി നിങ്ങൾ SIയോട് സംസാരിക്കാൻ ശ്രമിച്ചു നോക്കൂ. അദ്ദേഹം ഈ ലോകം മുഴുവൻ പുള്ളിയുടെ കയ്യിലാണെന്നുള്ള രീതിയിൽ നടക്കും. പക്ഷേ പെട്ടെന്നൊരു സർക്കിൾ ഇൻസ്പെക്ടറെ കണ്ടാൽ പുള്ളിയും, സർ, എന്താ കാര്യമെന്നറിയാമോ? ഹയർ അതോറിറ്റിക്ക് കീഴിലാണ് തൻ്റെ മേൽ കിടക്കുന്ന അധികാരമെന്ന് ആർക്കറിയാം? സർക്കിൾ ഇൻസ്പെക്ടർ പാസ് ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ പോകുമ്പോൾ സല്യൂട്ട് ചെയ്യാത്ത, റെസ്പെക്റ്റ് ചെയ്യാത്ത, യൂണിഫോം ഇട്ട പോലീസുകാരനാണെങ്കിലും എന്ത് പെനാൽറ്റി ആണെന്ന് പ്രോട്ടോക്കോൾ അനുസരിച്ച് ആർക്കറിയാം? ഈ ഉള്ളവനും അറിയാം, ഈ വരുന്നവനും അറിയാം. അതുകൊണ്ടാണ് ഉള്ളിലിരുന്നപ്പോൾ തന്നെ അവൻ ചാടി വെളിയിലോട്ട് പറഞ്ഞത്, ഐ നോ, എനിക്കറിയാം നീ ആരാണെന്ന്. ഇവിടുത്തെ പുരോഹിതൻ അറിയത്തില്ല നീ ആരാണെന്ന്, ബട്ട് ഐ നോ ഹൂ യു ആർ. എനിക്കറിയാം നീ ആരാണെന്ന്. ആരാണെന്ന് വെറുതെ പറയുകയല്ല. നീ എന്തിനാ വന്നത്? ഞങ്ങളെ നശിപ്പിക്കാനോ? അതിനർത്ഥം പുറത്താക്കാൻ മാത്രമല്ല, നിന്നെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നിന്നെ കട്ട് ഓഫ് ചെയ്ത് കളയാനുള്ള സുപ്രീം അതോറിറ്റിയുമായിട്ടാണ് അവൻ വരുന്നത്. ഗദരദേശത്ത് ലഗ്യോൻ മാദിച്ച് കിടക്കുന്ന മനുഷ്യനാ. യേശു അടുത്തോട്ട് ചെന്ന ഉടനെ ഒരൊറ്റ നിലവിളി, ഐ നോ, എനിക്കറിയാം നീ ആരാണെന്ന്. നിന്റെ കൂടെ പടകും തുഴഞ്ഞ് ഈ കരവരെ വന്ന ഈ 12 എണ്ണത്തിന് അറിയത്തില്ല നീ ആരാണെന്ന്. അറിയാമായിരുന്നെങ്കിൽ 3-4 മണിക്കൂർ മുമ്പ് കാറ്റടിച്ചപ്പോൾ അവർ പറയത്തില്ലായിരുന്നു ഞങ്ങൾ ചാകാൻ പോകുകയാണെന്ന്. അവർക്കറിയത്തില്ല നീ ആരാണെന്ന്. നിന്നെ പ്രസവിച്ച് വളർത്തിയ മറിയയ്ക്ക് അറിയത്തില്ല നീ ആരാണെന്ന്. നിനക്ക് ഭക്ഷണവും വസ്ത്രവും എല്ലാം മേടിച്ചെന്ന യോസേഫിനും അറിയത്തില്ല നീ ആരാണെന്ന്. നിന്നെ പ്രവാചകനായി മുക്കിയെ സ്നാനപ്പെടുത്തിയ പ്രവാചകനും അറിയത്തില്ല നീ ആരാണെന്ന്. പക്ഷെ ഐ നോ, എനിക്കറിയാം നീ ആരാണെന്ന്. നീ ഗദരയിൽ വന്നത് എന്തിനാണെന്നറിയാം. നീ ഒരു വാക്ക് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയാം. രാജാവ് വിളംബരം ചെയ്യുന്നത് പോലെ സകല അധികാരങ്ങളും നിനക്ക് കീഴിലാണെന്ന് എനിക്കറിയാം.
ശ്രദ്ധിച്ചേ പ്ലീസ് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഗദരയിലെ ഭൂതം പറഞ്ഞു, അങ്ങനാണെങ്കിൽ ഇവനെ വിട്ടു പോകാൻ നീ പറഞ്ഞ ഞങ്ങൾക്ക് പോകാതിരിക്കാൻ മാർഗമില്ല. കാരണം യു ഹാവ് ദ സുപ്രീം അതോറിറ്റി, എക്സൂസിയ. പക്ഷേ ആ പന്നിക്കൂട്ടത്തിലേക്ക് പോകാൻ ഞങ്ങളെ എന്ത് ചെയ്യണം? അനുവദിക്കണം. അപ്പോൾ അനുമതി കൊടുക്കാതെ, ഇവൻ്റെ കയ്യിൽ നിന്നൊരു അനുവാദം കിട്ടാതെ അവന് പുറപ്പെട്ടു പോയാൽ ഒരു പന്നിയുടെ അകത്ത് പോലും കയറാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ ഉള്ളിൽ കയറുന്ന കാര്യമല്ല പറഞ്ഞത്. അധികാരമുള്ള ഒരുത്തൻ ഒരു ഭൂതം ബാധിച്ചവൻ്റെ മേൽ നോക്കിയിട്ട് വിട്ടുമാറാൻ കൽപ്പിച്ചാൽ അതിന് ഒരു പാറ്റയുടെ അകത്തെങ്കിലും കയറണമെങ്കിൽ, ഒരു പല്ലിയുടെ അകത്തെങ്കിലും കയറണമെങ്കിൽ, ഒരു എലിക്കുഞ്ഞിൻ്റെ അകത്തെങ്കിലും നുഴഞ്ഞു കയറണമെങ്കിൽ ഇവനെ പുറത്താക്കുന്നവൻ്റെ പെർമിഷൻ വേണം. മനസ്സിലായോ? എന്താ നിങ്ങളുടെ തോളിൽ പരിശുദ്ധാത്മാവ് പതിപ്പിച്ചു തന്നിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയുക. യു ഹാവ് സച്ച് എൻ അതോറിറ്റി. നിങ്ങളുടെ മേൽ കിടക്കുന്നത് അത്രയും വലിയൊരു അധികാരമാണ്. നിങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുന്നത് അത്രയും വലിയൊരു അഭിഷേകമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കേരളക്കരയിൽ ഇപ്പോൾ ഒട്ടും കാണാത്തതും എന്നാൽ നിങ്ങളിലൂടെ വെളിപ്പെടാൻ പോകുന്നൊരു ശുശ്രൂഷ ഞാൻ പറയട്ടെ. നിങ്ങൾ ശുശ്രൂഷിക്കുന്ന സ്ഥലങ്ങളിൽ, നിങ്ങൾ ചെല്ലുന്ന വ്യക്തികളുടെ മുമ്പിൽ നിങ്ങൾ ഓരോ വ്യക്തികളെ കാണുമ്പോൾ നിങ്ങൾ അവനെ അല്ല കാണുക, അവളെ അല്ല കാണുക, അവളുടെ മേൽ വ്യാപരിക്കുന്നതിന് നിങ്ങൾ കാണും. നിങ്ങൾ അവയോട് സംസാരിക്കുമ്പോൾ ഭൂതങ്ങൾ അലറിയോടി ബോധം കെട്ട് നിലത്ത് വീഴുന്നത് പോലെയുള്ള കാഴ്ചകൾ ഇനി അങ്ങോട്ട് കേരളം കാണാൻ പോവാണ്. എനിക്കറിയത്തില്ല, ഇനി അങ്ങോട്ട് തിരുവനന്തപുരം കാണാൻ പോവുകയാണ്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ കണ്ണുവിന് മുമ്പിൽ നിങ്ങൾ കാണാൻ പോവുകയാണ്. എന്താണെന്നറിയാമോ? നിനക്കറിയാം അവൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത് എന്താണെന്ന്. ഹല്ലേലൂയ. ഈ അതോറിറ്റിയുടെ പ്രത്യേകത, ആത്മലോകത്തെ കാണാൻ കഴിയും. ആരെ? ലൂസിഫറിനെ കാണാൻ കഴിയും. ആരെ കാണാൻ കഴിയും? രോഗത്തിൻ്റെ പുറകിലിരിക്കുന്ന ദുരാത്മാവിനെ കാണാൻ കഴിയും. അവരെ മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ? അല്ല. ഈ 3 ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം പിശാച് അവനെ വിട്ടുപോയപ്പോൾ അവനെ ശുശ്രൂഷിക്കാൻ ദൂതന്മാർ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു. മനസ്സിലായില്ല. ഉപവാസത്തിൻ്റെ 40ാമത്തെ ദിവസത്തിൽ പിശാച് വന്നു, 3 ചോദ്യങ്ങൾ ചോദിച്ചു, അവൻ വിട്ടിട്ട് പോയി. ഉടനെ അവൻ പരീക്ഷകൻ അവനെ വിട്ടുമാറിയ ഉടനെ ദൂതന്മാർ ഇറങ്ങി യേശുവിനെ മരുഭൂമിയിൽ ശുശ്രൂഷിച്ചു. അപ്പോൾ പിശാചിനെ മാത്രം കാണാനല്ല ആത്മക്കണ്ണ് തുറന്നാൽ പറ്റുക, ദൂതന്മാരെ നിനക്ക് കാണാം. ഹല്ലേലൂയ. യേശു ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് ഗത്സമനയുടെ തോട്ടത്തിൽ ചെന്ന് തൻ്റെ അവസാനത്തെ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ച് തൻ്റെ ഹൃദയം നുറുങ്ങി വീഴുന്ന സമയത്ത് ഒരൊറ്റ ശിഷ്യന്മാരും കൂടെയില്ല. തിരുവെഴുത്ത് എഴുതിയിരിക്കുന്നത്, അവൻ പ്രാർത്ഥിച്ചു തീർന്നാറേ ദൂതന്മാർ അവൻ്റെ അടുക്കൽ വന്ന് അവനെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. എക്സൂസിയ ഉള്ളവൻ്റെ മേൽ എപ്പോഴും ഒരു ഓപ്പൺ ഹെവൻ തുറന്നു തന്നെ കിടക്കും. അവൻ ശിഷ്യന്മാരെയും കൂട്ടി ഒരു മലയുടെ മുകളിൽ പ്രാർത്ഥിക്കാൻ ചെന്നു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മോശ അവൻ്റെ മുമ്പിൽ വന്നു, ഏലിയാവ് അവൻ്റെ മുമ്പിൽ വന്നു. കൂടെ ഇരുന്ന പത്രോസും യോഹന്നാനും ഒക്കെ കണ്ടു ഇവൻ മോശയോടും ഏലിയാവിനോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സൂസിയ ഉള്ളവന് വിശുദ്ധന്മാരുമായിട്ടൊക്കെ വലിയ ആക്സസ് ഉണ്ട്. എക്സൂസിയ ചലിക്കുന്നവന് ലേഖനത്തിലെ ഒരു വെളിപ്പാട് മനസ്സിലാക്കാൻ കമൻ്ററി നോക്കേണ്ട ആവശ്യമില്ല. നിനക്ക് പൗലോസിനെ നേരിട്ട് കണ്ട് ചോദിക്കാൻ കഴിയും. ഇല്ല, ഹല്ലേലൂയ. ഞാനത് അവിടെ കൊണ്ട് നിർത്തുകയാണ്. അത് നിങ്ങൾക്ക് എടുത്താൽ പൊങ്ങാത്ത വലിയ ലോഡാണെന്ന് മനസ്സിലാകുന്നു. ഞാനതുകൊണ്ട് അവിടെ വിടുന്നു. എക്സൂസിയ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, നിങ്ങളുടെ കണ്ണുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കാതുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മലോകത്തെ കാണാൻ കഴിയും. ഇരുട്ടിനെ, വെളിച്ചത്തെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. എത്ര പേർ കരമുയർത്തി പറയുന്നുണ്ടത്? യെസ്. അതിശോക്തിയൊന്നും ഞാൻ പറഞ്ഞില്ല. തെളിവുകൾ എത്ര ഇൻസിഡൻറ്റ് വേണമെങ്കിലും ഞാൻ നിരത്തി തരാം. പക്ഷേ അത് ഉപവാസ പ്രാർത്ഥനയിലെ ഈ സമയത്ത് ആകത്തില്ലെന്നേ ഉള്ളൂ. ഒരു വലിയ ക്ലാസ് വയ്ക്കും, ഞാൻ മുഴുവൻ ഒന്ന് പഠിപ്പിച്ചു തരാം. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഇരുട്ടിനെ മാത്രമല്ല, ചില സിറ്റുവേഷൻസിനെ കൂടെ നിങ്ങൾക്ക് വരുതിയിലാക്കാനും കഴിയും. ഈ സഭയിലെ ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ട് യേശു പുറത്തോട്ടിറങ്ങി പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ ജ്വരമൊക്കെ മാറ്റിയിട്ട് മെല്ലെ കടൽ തീരത്തൂടെ നടക്കുമ്പോൾ അവിടെ കുറേ പടകുകൾ നിരത്തിയിട്ടിരിക്കുന്നത് യേശുവിൻ്റെ കണ്ണിൽപ്പെടുന്നു. അപ്പോൾ തന്നെ ജനം ഇവൻ്റെ പുറകെ തിക്കി വരുന്നത് കൊണ്ട് അന്ത്രയോസിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു പടക്
യേശു ചോദിച്ചു, കുറച്ചു നേരം ഞാൻ ഇതിനകത്ത് കയറി പ്രസംഗിച്ചോട്ടെ? അപ്പോൾ അന്ത്രയോസ് പറഞ്ഞു, സാരമില്ല, ഞങ്ങൾ വൈകുന്നേരത്തെ ജോലിക്ക് കൊണ്ടുപോകത്തുള്ളൂ, അപ്പോൾ ഇവിടെ വെറുതെ കിടക്കുകയാണ്, നീ കയറി എന്ന് പ്രസംഗിച്ചോ. യേശു പടകിനകത്തോട്ട് കയറി നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോഴൊക്കെയും കേഫായും അന്ത്രയോസും തുടങ്ങിയ സഹോദരന്മാരെല്ലാം തലേ രാത്രി പോയി അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ പൊട്ടിപ്പോയ വലക്കണ്ണികൾ ഇവിടെ പരിശോധിക്കുകയും അത് നേരെയാക്കിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശു അവിടെ നിന്ന് ജനത്തോട് സംസാരിക്കുമ്പോൾ മുഴുവൻ യേശുവിൻ്റെ കണ്ണുകൊണ്ട് യേശു കണ്ടു, വയറ് മാത്രമല്ല ഒട്ടിയത്, അവൻ്റെ കീശയും ഒട്ടിക്കിടക്കുക. ഇവൻ്റെ കീശ മാത്രമല്ല, ഇവൻ്റെ അപ്പൻ്റെ കീശയും ഒട്ടിയതാ, ഇവൻ്റെ മുതുമുത്തശ്ശൻ്റെ കീശയും ഒട്ടിയതാ. ഇവൻ്റെ അപ്പൻ ധനികനായിരുന്നെങ്കിൽ ഇവൻ ഇന്ന് ഈ രാത്രി അധ്വാനിക്കാൻ വേണ്ടി ഈ കടലിൽ വരത്തില്ലായിരുന്നു. അന്ത്രയോസിൻ്റെ അപ്പൻ ധനവാനായിരുന്നെങ്കിൽ അവൻ പടകും വള്ളവും എടുത്ത് ഈ രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ ആഴക്കടലിൽ ചെന്ന് കടലിനോട് മല്ലിടുകയില്ലായിരുന്നു. അവൻ്റെ അപ്പൻ്റെ കുടുംബം തൊട്ട് ദാരിദ്ര്യത്തിൻ്റെ ഒരു കണക്ഷൻ, ദാരിദ്ര്യത്തിൻ്റെ ഒരു വലിയ ചെയിൻ ഇങ്ങനെ അന്ത്രയോസിലും കേഫാവിലും വരെ കിടക്കുന്നത് യേശു കണ്ടു. പിടികിട്ടിയില്ല, മനസ്സിലായില്ല. യേശുവിന് ഭൂതത്തെ മാത്രമല്ല കാണാൻ കഴിയുന്നത്, നിന്നെ പുറകിലോട്ട് വലിച്ചു പിടിക്കുന്ന ഏതൊക്കെയോ പരമ്പരാഗതമായ ശാപത്തിൻ്റെ ചെയിനുകൾ വരെ യേശുവിന് കാണാൻ പറ്റും. അവൻ അന്ത്രയോസിനെ നോക്കിയപ്പോൾ, പത്രോസിനെ നോക്കിയപ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും കാലഘട്ടം തൊട്ട് ഇങ്ങനെ ദാരിദ്ര്യമായി കിട്ടുന്നത് അന്നേക്ക് പോലും തികയാതെ കൈവെള്ളയിൽ എത്ര കോരിപ്പിടിച്ചാലും ചോർന്നു പോകുന്ന ഒന്നുമില്ലായ്മയിൽ വട്ടപൂജ്യമായി ജീവിക്കുന്ന ഒരു ജീവിത ശൈലി അവൻ അവരുടെ മേൽ കണ്ടു. എക്സൂസി ഉള്ളവനെ കാണുന്നത് നോക്കിക്കോണം കേട്ടോ. എക്സൂസി ഉള്ളവന് ഭൂതത്തെ മാത്രമല്ല പുറത്താക്കാൻ കഴിയുക. പ്രസംഗമെല്ലാം കഴിഞ്ഞിട്ട് പടകിൽ നിന്ന് മെല്ലെ താഴോട്ടിറങ്ങിയിട്ട് അന്ത്രയോസിനോട് ഒരൊറ്റ വാക്ക്, നീ പോയിട്ട് എന്തെങ്കിലും കിട്ടിയോ? അവർ പറഞ്ഞു, കർത്താവേ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പോൾ യേശു പറഞ്ഞു, ഇതാ നിന്റെ ദാരിദ്ര്യത്തിൻ്റെ ദിവസത്തിൻ്റെ അവസാനത്തെ നാഴിക വന്നു. ഇല്ല, ഒന്നുമില്ല, ജോലിക്ക് പോയിട്ട് ഒന്നും കിട്ടുന്നില്ല, ജോലിയേ ഇല്ല, വരുമാനമേ ഇല്ല, ആഹാരത്തിനില്ല, വസ്ത്രത്തിനില്ല, സ്തോത്ര കാഴ്ച ഇടാനില്ല, പള്ളിയിലൊരു ഫണ്ട് കൊടുക്കാനില്ല, ഒരാളെ സപ്പോർട്ട് ചെയ്യാനില്ല, ദൈവദാസനൊരു സ്തോത്ര കാഴ്ച കൊടുക്കാനില്ല, ഒന്നുമില്ലാതിരിക്കുന്ന നിൻ്റെ ഇല്ല എന്ന് പറയുന്ന ആ ജീവിത ശൈലിക്ക് ഇതാ ഈ നാഴികയിൽ വിരാമമാണ്. ഇപ്പോൾ ഈ ആഴത്തിലേക്ക് വലയിറക്ക്. നീ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് കിട്ടാത്തത്, ദാരിദ്ര്യം മുഴുവൻ അവകാശവാദം പറയുന്ന നിന്റെ പടകിനകത്ത് ഇന്ന് ഈ കരയ്ക്കകത്ത് വെച്ച് ഞാൻ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് തിരികെ തരാൻ പോവുകയാണ്. എക്സൂസിയ ഉള്ളവൻ ഒരു വാക്കങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ആഴക്കടലിനും അപ്പുറത്ത് പത്രോസ് തലേ രാത്രി അന്ത്രയോസുമായിട്ട് പോയി വല വീശിയതിൻ്റെയും അങ്ങേ കിലോമീറ്ററുകൾക്കപ്പുറത്ത് എവിടെയോ കിടന്ന പെരുത്ത മീൻകൂട്ടം വിരൽ ഞൊടിക്കുന്ന നേരത്തിൻ്റെ സമയപരിധി കൊണ്ട്, വിരൽ ഞൊടിക്കുന്ന സമയത്തിൻ്റെ പരിധിക്കകത്ത് നിന്ന് കൂട്ടമായി ഓടി കരയിലേക്ക് വന്നു. അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പടകിൻ്റെ അടയാളം നോക്കി അവൻ്റെ വലയ്ക്ക് കീഴിൽ പെടാനുള്ള പാകത്തിന് വന്ന് കൂട്ടമായി നിരന്നു. വിശ്വാസം ഉണ്ടായിട്ടല്ല, യേശു പറഞ്ഞതുകൊണ്ട് അവർ വെറുതെ ഒന്ന് വലയിട്ടു. വലിച്ചു നോക്കിയപ്പോൾ വലിയ ഭാരം അവരെ കൊണ്ട് പിടിച്ചിട്ട് ഒക്കുന്നില്ല. അവർ കൂട്ടാളികളെ വിളിച്ചു, സഹായികളെ വിളിച്ചു, അവരെല്ലാവരും കൂടി വന്നു. ഒരു പടക് നിറച്ചു. ഒരു നേരത്തേക്കുള്ളത് കിട്ടാതെ വന്നവനെ അധികാരമുള്ളവൻ ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ വിരഞ്ഞൊടിക്കുന്ന നേരം കൊണ്ട് അവൻ്റെ പടക് നിറഞ്ഞു. അന്ത്രയോസിൻ്റെ പടക് നിറഞ്ഞു, കേഫായുടെ പടക് നിറഞ്ഞു, കൂട്ടാളികളായ അനേകരെ വിളിച്ചു, അവരുടെ പടകുകളിലേക്ക് പിന്നെയും നിറച്ചു. വല പിന്നെയും കീറിപ്പോകുമെന്ന് തോന്നിയിട്ട് അവർ കുറേ എണ്ണത്തിനെ കീറി വെറുതെ വിട്ട് കളഞ്ഞു. നീ പറഞ്ഞാൽ അഭിഷേകത്തിൻ്റെ അധികാരമുള്ള പരിശുദ്ധാത്മാവിൻ്റെ എക്സൂസിയ ചുമലിൽ വഹിക്കുന്ന നിങ്ങൾ പറഞ്ഞാൽ ഭൂതം മാത്രമല്ല കീഴടങ്ങുക, സമ്പത്ത് നീ ചോദിക്കുന്നിടത്തോട്ട് അങ്ങനെ ഒഴുകി വരും. നിങ്ങൾക്ക് വേണ്ടിയത് നിങ്ങളുടെ വീടിനകത്തോട്ട് അങ്ങനെ ഒഴുകി വരും. നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ ചിലത് നിങ്ങളുടെ പടകിനകത്തോട്ട് കയറി വരും. നിങ്ങളുടെ പടകിനകത്തോട്ട് മാത്രമല്ല, കർത്താവ് നിനക്ക് അധികാരം തന്നിരിക്കുന്നത് ഇങ്ങനെ ശാപം പിടിച്ച ഏതോ വീടിൻ്റെ അകത്തളങ്ങളിലോട്ട് കയറി നിന്നിട്ട് ഈ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ പരമ്പരാഗതമായ അമ്മയുടെയും അപ്പൻ്റെയും കാലഘട്ടം തൊട്ട് എവൻ്റെ പോക്കറ്റിനെ കവർന്നുകൊണ്ടിരിക്കുന്ന ആ ഇരുട്ടിൻ്റെ ശക്തികളുടെ ചെയിൻ നിന്റെ ഒരൊറ്റ വാക്ക് കൊണ്ട് മുറിഞ്ഞു പോകും. വിശ്വസിക്കുന്നുണ്ടോ? ഈ തലമുറയിൽ കർത്താവ് നിന്നെ വിളിച്ചത്
നിന്നെ വിളിച്ചത്, നിന്റെ മേലെ ഈ അധികാരം തന്നിരിക്കുന്നത് അങ്ങനെ ചില പൈശാചികമായ പാരമ്പര്യ ക്ലെയിമുകളെ കട്ട് ഓഫ് ചെയ്യാനാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയം ഒരല്പം അതിക്രമിക്കുന്നത് കൊണ്ട് ഞാൻ ഇനി മുന്നോട്ട് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരൊറ്റ വചനം മാത്രം വായിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ബാക്കിയെല്ലാം ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം വേഗത്തിലെടുത്തേ. കാണാതറിയാവുന്ന വാക്യമാണെങ്കിലും ഒന്ന് വേഗത്തിലെടുത്തു. എല്ലാവരും വേദപുസ്തകം തുറക്കുക, എടുക്കുക. ലൂക്കോസ് 10:19. എല്ലാവരും എടുക്കുക, എല്ലാവരും എടുക്കുക. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഓ ഓ ഓ ഓ വേദപുസ്തകത്തിനകത്ത് നിന്ന് അത് എടുത്തു വായിക്കുക. അടയാളപ്പെടുത്താൻ പറ്റുമെങ്കിൽ അടയാളപ്പെടുത്തി വെക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു വചനമാണത്. എന്താ പറഞ്ഞിരിക്കുന്നത്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. അതിൻ്റെ മലയാളത്തെക്കാളും ഇംഗ്ലീഷിനേക്കാളും ഏറെ ഇഷ്ടമായിരിക്കുന്ന ഒരു പദം എന്നത് അതിൻ്റെ ഗ്രീക്ക് ഭാഷയിലുള്ള പ്രയോഗങ്ങളാണ്. ഗ്രീക്ക് ഭാഷയിലെ പ്രയോഗത്തിൻ്റെ അർത്ഥം ഞാനിങ്ങനെ വിശദീകരിക്കാം. യേശു പറയുന്നത് ഇങ്ങനെയാണ്: സാത്താനെയും അവൻ്റെ കിങ്കരന്മാരെയും അവൻ്റെ ശക്തിയെയും ചവിട്ടാൻ. കാരണം കുറച്ച് വ്യക്തമായില്ലേ, ഞാൻ പറഞ്ഞുതരാം. യോഹന്നാൻ പ്രവാചകൻ മരുഭൂമിയിൽ നിന്ന് വന്നിട്ട് ജനത്തെ വിളിച്ചെന്താ? സർപ്പത്തിൻ്റെ സന്തതികളെ. യഹൂദൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് സർപ്പം എന്ന് പറഞ്ഞാൽ ലൂസിഫറാ, ഹവ്വയെ പറ്റിച്ച ആളാണ്. അപ്പോൾ യോഹന്നാൻ പ്രവാചകൻ വാസ്തവത്തിൽ വിളിച്ചത് എന്താ? പിശാചിൻ്റെ സന്തതികളെ, ദൈവത്തിൻ്റെ വീട്ടിനകത്തോട്ട് കയറണമെങ്കിൽ മാനസാന്തരപ്പെടുവിൻ. അങ്ങനെ അതാണ് അതിനർത്ഥം. ഈ സ്കോർപ്പിയൻസ് അല്ലെങ്കിൽ തേളുകൾ എന്നതിന് എബ്രായ ഭാഷയുടെ ഒരു പശ്ചാത്തലത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതോ ഒന്നിൻ്റെ കിങ്കരന്മാരാണ്, അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ചിലതാണ്. അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 10:19 യവനായ ഭാഷയിൽ എഴുതിയിരിക്കുന്ന അർത്ഥം ഇങ്ങനെയാണ്: പിശാചിനെയും സാത്താനെയും ലൂസിഫറിനെയും പാമ്പായവനെയും ഹവ്വയെ പറ്റിച്ച ആ പഴയ പാമ്പിനെയും അവൻ്റെ കിങ്കരന്മാരായ അപസ്മാരത്തിൻ്റെയും രോഗത്തിൻ്റെയും മരണത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും സകല തേളുകളെയും അവയുടെ ശക്തിയെയും പേടിക്കാൻ. അങ്ങനെയാണോ? എന്താ പറയേ, വായിക്കേ. ബൈബിൾ വായിക്കാൻ ധൈര്യം കാണിക്കേ. ഇല്ല, ബൈബിൾ വായിക്കാൻ ധൈര്യം കാണിക്കും. വേദപുസ്തകത്തിലുള്ളത് അതുപോലെ അങ്ങ് വായിക്കേ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും, ഉറക്കെ ബലത്തെയും എന്ത് ചെയ്യാൻ? ഉറക്കെ പറഞ്ഞില്ല, പുറകിലാരും പറഞ്ഞില്ല. എന്ത് ചെയ്യാൻ? കാലുകൊണ്ട് ചവിട്ടിക്കളയാൻ ഞാൻ. ആര്? യേശു എന്ന് പറഞ്ഞാൽ ഈ സുപ്രീം അതോറിറ്റി കൈകാര്യം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നയാൾ. രോഗമല്ല, രോഗത്തിൻ്റെ പുറകിൽ ഭൂതമുണ്ടെന്ന് കാണിച്ചു തന്നയാൾ. ദാരിദ്ര്യമല്ല, അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്നത് ഇരുട്ടാണെന്ന് കാണിച്ചു തന്നയാൾ. ലാസറിനെ കൊന്ന് കല്ലറയ്ക്കകത്ത് വെച്ച പിശാചിൻ്റെ അധികാരിയെ കാണിച്ചു തന്നവൻ ഞാൻ. ആർക്ക്? ഇല്ല, പോയി ഉറക്കെ വായിക്കും. വേദപുസ്തകം വായിക്കേ, എന്നോടൊന്നും പറയണ്ട. വേദപുസ്തകം വായിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ യേശു. ആർക്ക്? നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക്, എനിക്ക് അധികാരം തരുന്നു. എക്സൂസിയ. അവൻ്റെ മേലുണ്ടായിരുന്നത് എന്തോ അത് മരുഭൂമിയിൽ പിശാച് ചോദിച്ചപ്പോൾ അവൻ കൊടുത്തില്ല. ഇതാ അവൻ തൻ്റെ ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. എന്തിന്? അവനെ ചവിട്ടാൻ. ഇരുട്ടിനെയും അതിൻ്റെ കിങ്കരന്മാരെയും എല്ലാ ദുരാത്മാക്കളെയും കാലുകൊണ്ട് ചവിട്ടിക്കളയാൻ. ശ്രദ്ധിച്ചേ. പേടി തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? ഇതിനകത്തിരിക്കുന്ന ആർക്കെങ്കിലും ഭയം തോന്നുന്നുണ്ടോ? നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ ലൂസിഫർ അത് അനുസരിക്കുമെന്നുള്ള ധൈര്യമുണ്ടോ? അതോ ഞാൻ പറഞ്ഞാൽ അതിന് എന്നെ തിരിച്ചടിക്കുമെന്ന് ഭയമുണ്ടോ? ഭയമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങൾ അടുത്ത വാക്യം കൂടി വായിച്ചോ. ഉറക്കെ സിസ്റ്റർ ഒന്ന് ഉറക്കെ വായിക്കേ. ഫേബ എന്നല്ലേ പേര്? ഫേബ സിസ്റ്റർ മൈക്കിലൂടെ ഒന്ന് വായിച്ചേ.
ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. നിങ്ങളുടെ വേദപുസ്തകത്തിൽ അങ്ങനാണോ? എൻ്റെ വേദപുസ്തകത്തിൽ അങ്ങനാ. അല്ലാത്ത ഏതെങ്കിലും ബൈബിളിനകത്ത് ഇരിപ്പുണ്ടോ? യേശു എന്നോട് പറയുന്നത് ഈ 2024 ഈ മെയ് മാസത്തിലെ ഈ ദിവസത്തിലെ ഈ വൈകുന്നേരത്ത് ഈ 8:25 യേശു എന്നോട് പറയുന്നത്, ഈ നാടിനെ ഭരിക്കുന്ന, ഈ വീടുകളെ ഭരണം നടത്തുന്ന, നിന്റെ സഭയെ മുടിക്കുമെന്ന് പറയുന്ന മന്ത്രവാദിയാകട്ടെ, ആഭിചാരകനാകട്ടെ, ഏതവനായിക്കോട്ടെ, സകല ഇരുട്ടുകളെയും പിശാചിൻ്റെ തന്ത്രങ്ങളെയും അവൻ്റെ ആധിപത്യങ്ങളെയും ചവിട്ടിക്കളയാൻ ഞാൻ നിനക്ക് എൻ്റെ മേലുള്ള എക്സൂസിയ തരുന്നു. നീ അത് ചെയ്യാൻ പോകുമ്പോൾ, അഭിഷിക്തന്മാരെ നിങ്ങളത് ചെയ്യാൻ ഇറങ്ങുമ്പോൾ, ദൈവദാസിമാരെ നിങ്ങൾ ആ വീടിനകത്ത് ഇത് ചെയ്യാൻ വേണ്ടി കയറുമ്പോൾ, ഒന്നും ഒരു നാളും നിനക്ക് ദോഷം വരുത്തുകയില്ല. ഓ, ഇനഫ്. എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവൻ എന്നോട് അങ്ങനൊരു വാക്ക് പറഞ്ഞുണ്ടെങ്കിൽ മതി എനിക്ക് അധൈര്യം. മരണമാകട്ടെ, രോഗമാകട്ടെ, ശാപമാകട്ടെ, പാരമ്പര്യമാകട്ടെ, മന്ത്രവാദങ്ങളാകട്ടെ, വിഗ്രഹശക്തികളാകട്ടെ, ഒന്നും ഒരു നാളും എനിക്കെതിരെ നിൽക്കുകയില്ല. ഞാൻ അവയുടെ മുകളിൽ കാലുയർത്തി ചവിട്ടും. ഇത് തോറ്റോടുന്നവരുടെ സീസണല്ല, ഇത് പേടിച്ചിരിക്കുന്നവരുടെ കൂട്ടവുമല്ല, ഇത് അവന്റെ ശരീരമായ സഭയാണ്. ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. എനിക്കൊരു മോളുണ്ട്. എൻ്റെ മോളുടെ പേര് ഫെന എന്നാണ്, ഏറ്റവും മൂത്ത മോൾ. ഇപ്പോൾ 7 വയസ്സായി. കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് അവൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഞങ്ങളുടെ വീട്ടിൽ ലവ് ബേഡ്സ് ഉണ്ട്. അപ്പോൾ ഒരു കൂട്ടിനകത്ത് കുറച്ച് ലവ് ബേഡുകൾ മുട്ടയിട്ടിരിക്കുന്നു. അപ്പോൾ പച്ച നിറത്തിലുള്ള കിളികളാണ്. ആ മുട്ട വിരിഞ്ഞപ്പോൾ പച്ച നിറത്തിലുള്ള ഒരു കുഞ്ഞിക്കിളി വെളിയിൽ വന്നു. അപ്പോൾ ഇവക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയതുകൊണ്ട് പറഞ്ഞു, പപ്പ എനിക്ക് കുഞ്ഞിക്കിളിയെ കയ്യിൽ വെച്ച് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആ കൂട് വൃത്തിയാക്കുന്ന സമയത്ത് ആ ചെറിയ ഒരു ബേഡിനെ എടുത്ത് എൻ്റെ മോളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. അവളിങ്ങനെ കുറേ നേരം നോക്കി. ഞാൻ പറഞ്ഞു, ഞെരുക്കി പിടിക്കരുത്, അത് മരിച്ചു പോകും. അവളിങ്ങനെ കുറേ നേരം നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ്, പപ്പ ഇതിൻ്റെ പപ്പയും മമ്മിയും ഗ്രീനാ അല്ലേ? ഞാൻ ചോദിച്ചു, അതേ മോളെ. എന്താ കാണ്ട ഈ കുഞ്ഞിനും കുഞ്ഞിക്കിളിക്കും ഗ്രീൻ കളറാ? അപ്പോൾ ഞാൻ പറഞ്ഞു, അതെയാണ്. അപ്പോൾ അവളെന്നോട് അടുത്തൊരു ചോദ്യം ചോദിച്ചു, അപ്പോൾ ഈ വൈറ്റ് പൂച്ചക്കുട്ടിയെ വേണമെങ്കിൽ വൈറ്റ് പൂച്ചയിൽ നിന്ന് ജനിക്കണമല്ലേ? ഞാൻ പറഞ്ഞു, അതെ, അങ്ങനെ തന്നെ സംഭവിക്കണം. ഉടനെ അവൾ എന്നോട് ചോദിച്ച ഒട്ടും ഇതുമായിട്ട് മാച്ച് ഇല്ലാത്തൊരു കാര്യം എന്നാണെന്നറിയാമോ? അപ്പോൾ പപ്പ പറയാറുണ്ടല്ലോ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ്, യേശു നമ്മുടെ അപ്പച്ചനാണെന്ന്. ഞാൻ പറഞ്ഞു, അതെ. അപ്പോൾ യേശു നമ്മുടെ അപ്പനാണെങ്കിൽ നമ്മൾ യേശുവിനെ പോലെയാണോ? ഞാൻ ആ നിന്ന നിപ്പിൽ ഫ്രീസായിപ്പോയി. 7 വയസ്സുള്ളൊരു കുഞ്ഞ് ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ച വെറും ഒരു കുസൃതി ചോദ്യം. പക്ഷേ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, പട്ടിയിൽ നിന്ന് പട്ടിക്കുഞ്ഞുങ്ങളുണ്ടാകുന്നത് പോലെ പൂച്ചയിൽ നിന്ന് അതിൻ്റെ എല്ലാ ഗുണവിശേഷങ്ങളുള്ള പൂച്ചകളുണ്ടാകുന്നു. പക്ഷേ നമ്മൾ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് നാം ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണെന്ന് പറച്ചിലേ ഉള്ളൂ. നമ്മുടെ DNA എവിടെയോ അതിന്ന് വരെ ആക്ടിവേറ്റഡ് ആക്കിയിട്ടില്ല. റൈറ്റ്? ആമേൻ, ആമേൻ. നിങ്ങൾ ആരാ? ഞങ്ങൾ ദൈവമക്കളാ. അങ്ങനെയാണെങ്കിൽ ദൈവം മൂവ് ചെയ്യുന്നത് പോലെ ദൈവത്തിൻ്റെ മക്കൾ മൂവ് ചെയ്യാൻ തുടങ്ങണം. ദൈവം ചലിക്കുന്നത് പോലെ അവൻ്റെ മക്കളും ചലിക്കാൻ തുടങ്ങണം. ഓ, മനസ്സിലായില്ല, പിടികിട്ടിയില്ല. നിങ്ങൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് അവൻ്റെ മക്കളായിരിക്കുന്നു എങ്കിൽ അവൻ്റെ മക്കളോട് അവൻ പറഞ്ഞിരിക്കുന്നു, ഒന്നും ഒരു നാളും നിനക്ക് ദോഷം വരുത്തുകയില്ല. യേശു ഒരിക്കലെങ്കിലും ഒരു ഭൂതത്തെങ്കിലും പുറത്താക്കിയപ്പോൾ, യേശു ഒരിക്കലെങ്കിലും ഒരു ലഗ്യോനെ പുറത്താക്കിയപ്പോൾ, അവർ ആരും അവൻ്റെയോ അവൻ്റെ കുടുംബത്തെയോ അവൻ്റെ ശിഷ്യന്മാരുടെയോ മേലോ ഭീഷണി പറയാതിരുന്നത് പോലെ ഒന്നും ഒരു നാളും നിനക്കെതിരെ നിൽക്കത്തില്ല. ഒന്നും ഒരു നാളും നിങ്ങൾക്കെതിരെ ദോഷം വരുത്തുകയുമില്ല. ഓ, റെഡിയാണോ? നമ്മൾ ഇന്ന് പകലിലും വൈകുന്നേരമായി സംസാരിച്ച വിഷയം ഒരൊറ്റ ചിന്ത മാത്രമാണ്, അതോറിറ്റി. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, എക്സൂസിയ. ഉറക്കെ പറഞ്ഞേ, എക്സൂസിയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ
ഈ എക്സൂസിയയും അവൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്തിനുള്ള എക്സൂസിയ? പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഉള്ള അധികാരം അവൻ ഇന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കരമുയർത്തി അത് അംഗീകരിക്കാൻ പറ്റുമോ? കരമുയർത്തി അത് അംഗീകരിക്കാൻ പറ്റുമോ? എല്ലാവരും ഇരിപ്പിടങ്ങൾ വിട്ടൊന്ന് എഴുന്നേറ്റോ. നമ്മൾ 1-2 മിനിറ്റുകൾക്കകത്ത് പ്രാർത്ഥിച്ച് നമ്മൾ ഈ ശുശ്രൂഷ ഇപ്പോൾ ആശീർവാദം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യാ ധരബ